നമസ്കാരം, അനുജാസ് ടീച്ചിങ് ആസ്പിരൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, പുതിയ ബാച്ചിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലാസ് ആണ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങളും അല്ലാത്ത കുറച്ച് കാര്യങ്ങളും ഒക്കെ തന്ന് നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരു വേദി എന്ന നിലയിലാണ് ഈ 2 മണിക്ക് സെക്ഷൻ വെച്ചത്. അത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മാത്രമായിരിക്കില്ല, അല്ലാത്ത കുറച്ച് ഇന്നിപ്പോ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അതും കൂടിയൊക്കെ ഉൾപ്പെടുത്തിയായിരിക്കും ഇന്നത്തെ സെക്ഷൻ. അങ്ങനെ വലിയ വെൽ പ്ലാൻഡ് ഒന്നും അല്ല, പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് കിട്ടും. അപ്പൊ ഇന്ന് നമ്മുടെ മുന്താസ് ടീച്ചറിന്റെ ഇന്റർവ്യൂ ആയിരുന്നു. ടീച്ചർ നന്നായിട്ടൊക്കെ അറ്റൻഡ് ചെയ്തു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ബാക്കി ഡീറ്റെയിൽഡ് വോയിസ് ഒക്കെ ടീച്ചർ തരും. നമുക്ക് ഒരു ദിവസം എക്സ്പീരിയൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ടീച്ചറിനെ ക്ഷണിക്കുന്നുണ്ട്. അപ്പൊ അന്ന് എക്സ്പീരിയൻസും കൂടി കിട്ടും. അപ്പൊ ഇന്ന് ചോദിച്ച ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തുടങ്ങാം. നിങ്ങൾ അനലൈസ് ചെയ്യുക, നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നോ എന്നൊക്കെ. ലാംഗ്വേജ് അക്വിസിഷൻ, ലാംഗ്വേജ് ലേണിംഗ്, ഇവ തമ്മിലുള്ള വ്യത്യാസം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലാസ് കിട്ടിയതാണ്. ലാംഗ്വേജ് അക്വിസിഷൻ, ലാംഗ്വേജ് ലേണിംഗ്. അപ്പോ ആരാണ് പറയുക? റുക്സാന ടീച്ചറെ. ടീച്ചർ, ആ ക്ലാസ്സിൽ ഞാനില്ലായിരുന്നു. ലിങ്ക് കിട്ടിയായിരുന്നോ? ലിങ്ക് കിട്ടി, പക്ഷെ ഫുള്ള് കേട്ടിട്ടില്ല. ഓക്കെ, എന്നാല് ക്ലാസ്സിലില്ല, അത് ഓക്കെ. എങ്കിലും എന്തായിരിക്കും അക്വിസിഷനും ലേണിംഗും തമ്മിലുള്ള വ്യത്യാസം? ടീച്ചറെ, എനിക്കത് കൃത്യമായിട്ട് അറിയില്ല, ഓർമ്മ കിട്ടുന്നില്ല. ശ്രീ ടീച്ചർ എന്ന് പറഞ്ഞു കൊടുത്തേ. ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് വെച്ചാൽ നമ്മൾ ബോധപൂർവം നടത്തുന്ന പഠനമാണ്. ലാംഗ്വേജ് ലേണിംഗ് എന്ന് വെച്ചാൽ അതൊരു കോൺഷ്യസ് പ്രോസസ് ആണ്. അത് നമ്മള് ബോധം അല്ല, ബോധം തിരിഞ്ഞുപോയി. ഒന്നുകൂടെ. ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് ബോധപൂർവം അല്ലാതെ നമ്മള് പഠിക്കുന്ന പഠനമാണ്. ഉദാഹരണമായിട്ട് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഭാഷയുണ്ടല്ലോ, അത് നമ്മൾ അങ്ങനെ അക്വയർ ചെയ്തെടുക്കുന്നതാണ് അക്വിസിഷൻ എന്ന് പറയുന്നത്. ക്ലാസ്സിൽ വെച്ച് നമ്മൾ ഓരോ നേട്ടങ്ങള്, ലക്ഷ്യങ്ങൾ വെച്ച് നമ്മൾ നേടിയെടുക്കുന്നതാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പറച്ചില്. അഞ്ജലി ടീച്ചറെ പറഞ്ഞോ. ടീച്ചറെ, അക്വിസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ മാതൃഭാഷ പഠിക്കുന്നത് എന്താണോ അതാണ് അക്വിസിഷൻ. അതായത് നമ്മൾ സ്വാഭാവികമായ സാഹചര്യങ്ങളിലൂടെ നമ്മൾ അക്വയർ ചെയ്യണം ലാംഗ്വേജിനെ. നമ്മൾ തന്നെ അറിയാതെ ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മളത് ഉപയോഗിച്ച് നമ്മളതിനെ സ്വായത്തമാക്കുകയാണ് ചെയ്യുന്നത്. ലേണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കി നമ്മൾ ബോധപൂർവമായ ഒരു എഫേർട്ട് ഇട്ടുകൊണ്ട് നമ്മൾ അതിന്റെ ഭാഷ സ്വായത്തമാക്കുന്നതാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരാളെ സംബന്ധിച്ച് മദർ ലാംഗ്വേജ് പഠിക്കുമ്പോൾ അധികം എഫേർട്ട് ഇടേണ്ടി വരുന്നില്ല, സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകും. അപ്പോൾ ലാംഗ്വേജ് ലേണിംഗ് കുറച്ചും കൂടി ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ സ്വാഭാവികമായ സന്ദർഭങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് കുട്ടികളത് അക്വയർ ചെയ്യുന്ന ഒരു ഈസിനെസ് ലേണിംഗിലും വരും. അപ്പൊ നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുന്നത് ഈ ലേണിംഗിൽ വരും. അതുപോലെ നമ്മളെ മദർ ലാംഗ്വേജ് എന്ന് പറയുന്നത് അക്വിസിഷനിൽ വരും. ബോധപൂർവമായ ഒരു എഫേർട്ട് ഇടുന്നത് ലേണിംഗിലാണ്, മറ്റത് സ്വാഭാവികമായിട്ട് നമുക്ക് സ്വായത്തമാവുന്നതാണ്. പറഞ്ഞ പോയിന്റുകളൊക്കെ ഓക്കെയാണ്. പിന്നെ എന്താണ് അഞ്ജലി ടീച്ചർ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു പോരായ്മ തോന്നുന്നുണ്ടോ? പറഞ്ഞോ, കേട്ടവര്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ അഭിപ്രായത്തോട് യോജിക്കുകയാണോ? ഒരാള്, ആരെങ്കിലും? ടീച്ചർ, മദർ ടങ്ക് മാത്രമല്ല അക്വയർ ചെയ്യാ. നമ്മളിപ്പോ ഒരു അമ്മയുടെ അച്ഛന്റെ ഒരു കുട്ടി ഇപ്പൊ മലയാളിയായ ഒരു കഴിഞ്ഞു, ടീച്ചറിന്റെ സമയം കഴിഞ്ഞു. അല്ല, ഞാനതിനൊരു ഉദാഹരണം പറഞ്ഞതാ. അപ്പൊ ഈ ഒരു പോയിന്റ് വിട്ടുപോയി തോന്നിയോണ്ട് ആഡ് ചെയ്തെന്നുള്ളൂ. അപ്പൊ നമ്മളിപ്പോ എന്റെ മോൻ ഇപ്പൊ യുഎസിലാണ് ജനിക്കണമെന്ന് വിചാരിച്ചാല് അവന് സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷ് സ്വായത്താക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ അവന്റെ മദർ ടങ്ക് എന്ന് പറയുന്നത് മലയാളമാണെങ്കിലും അവൻ അക്വയർ ചെയ്യുന്നത് ഒരുപക്ഷെ ഇംഗ്ലീഷ് ആയിരിക്കും. നമ്മൾ തരുന്ന ടൈമിൽ കൃത്യമായിട്ട് ആലോചിച്ച് ചോദ്യം കേട്ട് ഉത്തരം പറയുക. ചോദ്യം അനലൈസ് ചെയ്ത് ധൃതി പിടിക്കാതെ ചോദ്യം കേട്ട്
പ്രോസസ് ചെയ്ത് ഉത്തരം പറയുക. ടീച്ചറിന് കഴിയും, നല്ല പോയിന്റുകൾ കയ്യിലുണ്ട്. ജസ്റ്റ് പിന്നെ ഒന്നുകൂടെ ഒന്നൊരു ശ്രദ്ധ വെച്ചാൽ മാത്രം മതി. അതുപോലെ ബാക്കിയുള്ളവര്, നിങ്ങൾ ഇനി ഞാൻ സംസാരിക്കുമ്പോ പടപെടാന്ന് മൈക്ക് ഓൺ ചെയ്ത് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ ഈ പരിപാടി ഇവിടെ നിർത്തും. പിന്നെ മറ്റ് കുട്ടികൾക്ക് പോലും അവസരം കൊടുക്കാതെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം സമയം വെക്കുന്നത്. അപ്പൊ ഇവിടെ ലാഗാവുന്നുണ്ട്. എനിക്കത് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അപ്പം ഒന്ന് ക്ലാസ് പ്രിപ്പറേഷൻ വേണം, പിന്നെ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ടൈം തരണം. നിങ്ങൾക്ക് കുറെ തരണം എന്ന് എന്റെ മനസ്സിലുള്ളത് കൊണ്ട് എനിക്കൊട്ടും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. നിങ്ങളുടെ ആൻസേഴ്സ് കുറച്ചുകൂടി മികച്ചതാകാനുണ്ട് എന്ന ബോധ്യത്തിലാണ് നിങ്ങൾക്ക് മാത്രം സെക്ഷൻ തരുന്നത്. ആ സെക്ഷൻ വരുമ്പോൾ ചാടിക്കേറി ഉത്തരം പറയണം. ഞാൻ ആരെങ്കിലും പറയുമെന്ന് പറയുമ്പോൾ ആരെങ്കിലും മൈക്ക് ഓൺ ചെയ്തില്ലെങ്കിൽ ഇനി ഞാൻ കട്ട് ചെയ്തിട്ട് പോകും. അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തോണ്ടല്ലേ ഇത്. ഓക്കെ, അപ്പോ അഞ്ജൽ ടീച്ചർ മറുപടി പറഞ്ഞതിനകത്ത് പോയിന്റുകളുണ്ട്. ഇനി ഞാൻ അതിൽ കൂടുതൽ ആഡ് ചെയ്യുന്നില്ല. പക്ഷെ സംസാരിച്ച് തുടങ്ങിയപ്പോ നമ്മൾ മദർ ടങ് നേടിയെടുക്കുന്ന രീതി അക്വിസിഷൻ ആണ്. മദർ ടങ് പഠിക്കുന്നത് അങ്ങനെയാണെന്നങ്ങ് ഉറപ്പിക്കുന്ന പോലെയാണ് അങ്ങ് അവതരിപ്പിച്ചു പോയത്. അത് ടീച്ചറിന് തന്നെ അറിയാം. മദർ ടങ് മാത്രമല്ല, മറ്റു ഭാഷകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്വയർ ചെയ്യാൻ പറ്റും. അക്വയർ ചെയ്യത്തക്ക രീതിയിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരുക്കി കൊടുക്കുകയല്ലേ വേണ്ടേ. സ്വാഭാവിക സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അക്വിസിഷൻ നടത്തുക എന്നുള്ളതാണ് അതിനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. നേറ്റീവ് സ്പീക്കേഴ്സിന്റെ ഒക്കെ അവരുമായിട്ടൊക്കെ സംവദിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അറിയാതെ അക്വയർ ആയി പോകും അല്ലേ, നിയമങ്ങൾ പഠിക്കാതെ തന്നെ. അതെ അതെ. അപ്പം എന്താണ് ഈ അക്വിസിഷൻ നമ്മൾ പറഞ്ഞു, ലേണിംഗ് പറഞ്ഞു. അപ്പൊ എന്താണ് ഈ ഇന്റർണലൈസിങ് ലാംഗ്വേജ്? അത് ഈ ലേൺ ചെയ്യുന്ന അതേ പ്രോസസ്സാണ് കേട്ടോ. ലേണിങ്ങിന് നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺഷ്യസ് എഫേർട്ട് എടുക്കുന്നു. അപ്പൊ അതിന് പകരം ഇപ്പൊ നമ്മൾ പറയുന്നത് ഇന്റർണലൈസിങ് എന്നാണ്. അപ്പൊ ലേണിംഗ് ഉണ്ട്, ഇന്റർണലൈസിങ്, അക്വിസിഷൻ, ഇത് മൂന്നായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. എങ്കിലും ലേണിങ്ങും ഇന്റർണലൈസേഷനും തമ്മിൽ അഭേദ്യമായ ബന്ധമുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ഇന്റർണലൈസ് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ലേണിങ്ങും കോൺഷ്യസ് ആണ്, ഇന്റർണലൈസേഷനും കോൺഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, പഠിച്ചെടുക്കലാണ്. ബോധപൂർവം ഗ്രാമർ റൂളും ഒക്കെ പഠിച്ചെടുക്കലാണ്. പക്ഷെ ലേണിംഗ് എന്ന് പറയുമ്പോൾ വ്യവഹാര രീതിയിലേക്ക് പൂർണ്ണമായിട്ട് അങ്ങ് പോകുന്ന ഒരു മെത്തേഡാണ്. റൂൾസ് നമ്മൾ കാണാതെ പഠിക്കുന്നു, പിന്നെ അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ കാണാതെ പഠിക്കുന്നു. അങ്ങനെ ആ ഒരു കാണാതെ പഠനം നമ്മൾ അങ്ങ് വ്യവഹാരവാദ രീതി എന്നങ്ങ് ഓർത്ത് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്നാൽ ഇന്റർണലൈസിങ് വരുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മൾ അവിടെ വ്യവഹാരവാദ രീതിയല്ല, മറിച്ച് നമ്മൾ ഗ്രാമർ പഠിക്കുന്നുണ്ട്. പിന്നെ എല്ലാം കുട്ടികൾ റൂൾസ് എല്ലാം അറിയുന്നുണ്ട്. പക്ഷെ അത് കോൺഷ്യസ് ആയിട്ട് ടീച്ചർ സൃഷ്ടിച്ചു കൊടുക്കുകയാണ്. കുട്ടികൾ അൺകോൺഷ്യസ് ആയിട്ട് തന്നെയാണ് അവിടെയും പഠിക്കുന്നത്. ടീച്ചർ കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് എടുത്ത് അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുത്ത് കുറച്ചുകൂടി, അതായത് റിപ്പീറ്റ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ എവിടെ കൊടുക്കുന്നുണ്ട്, ഇന്റർണലൈസിങ്ങിനകത്ത് കൊടുക്കുന്നുണ്ട്. അക്വിസിഷനിലാണെങ്കിൽ നമ്മൾ സ്വാഭാവിക സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുത്ത് അവിടെ കുറെ സംവാദമോ സംഭാഷണമോ ചർച്ചകളോ ഒക്കെ ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ നമ്മൾ ഇന്റർണലൈസിങ് വരുമ്പോ എനിക്കൊരു ഉദ്ദേശം കാണും. അതായത് എനിക്കിപ്പോ പ്രസന്റ് ടെൻസ് പഠിപ്പിക്കണമെന്നൊരു ഉദ്ദേശം കാണും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അത് കുട്ടികളെ ഇന്റർണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് കൊടുക്കും. അപ്പം ഡു ഫോമും ഡസ് ഫോമും ഒക്കെ ഉപയോഗിക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ കുട്ടികളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അപ്പൊ ആ വീഡിയോ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി പോയി കണ്ടാൽ മതി. ഇന്റർണലൈസിങ്ങും അക്വിസിഷനും തമ്മിലുള്ള വ്യത്യാസം നമ്മളവിടെ പറയുന്നുണ്ട്. പിന്നെ ലേണിംഗ് എന്ന് പറയുമ്പോൾ ലേണിംഗ് പൂർണ്ണമായ ഒരുമാതിരി വ്യവഹാരവാദ രീതിയാണ് എന്നങ്ങ് ഓർത്തു വെച്ചിരിക്കുക. നമ്മൾ റൂള് കാണാതെ പഠിക്കുന്നു, എക്സാമ്പിൾ കാണാതെ പഠിക്കുന്നു, കുട്ടിയെ നമ്മൾ കാണാതെ പഠിപ്പിക്കുകയാണ് കുട്ടിയങ്ങ്. ആ ഒരു രീതിയാണ്. മനസ്സിലായല്ലോ? അപ്പോ അതൊന്ന് ചോദിച്ചു കേട്ടോ. ആ ചോദ്യം ചോദിച്ചു. നിങ്ങൾ ഓരോ ചോദ്യവും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് പിന്നീട് പറഞ്ഞാൽ മതി എന്നോട്. ഗണിതം കുട്ടികൾക്ക് പ്രയാസമാകാനുള്ള കാരണം, അതെങ്ങനെ പരിഹരിക്കാം? ഗണിതം കുട്ടികൾക്ക് പ്രയാസമാകാനുള്ള കാരണം അതെങ്ങനെ പരിഹരിക്കാം? അഞ്ജു ടീച്ചറെ പറഞ്ഞോ. ടീച്ചർ, എന്റെ ഒരു അനുഭവത്തില് ഫസ്റ്റ് എനിക്ക് തോന്നിയത് ഗണിത അധ്യാപകരെ ഒരു ആറ്റിറ്റ്യൂഡ് എന്റെ ലൈഫിൽ വന്നിട്ടുള്ളത്, എന്നെ പഠിപ്പിച്ച അധ്യാപകരും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അധ്യാപകരായിരുന്നു. ഇപ്പൊ ഞാൻ ഗണിതം നല്ലോണം ആസ്വദിച്ച് ചെയ്യുന്ന ഒരാളാണ്.
ഫസ്റ്റ് എനിക്ക് തോന്നുന്നത് ടീച്ചേഴ്സ് കുട്ടികൾ ഈ ഗണിതം എന്നുള്ളത് എന്തോ ഒരു വിഷയമാണ്, അങ്ങനെ ഒരു ഇതുണ്ടാവില്ല, ആറ്റിറ്റ്യൂഡ് കുട്ടികളിൽ തന്നെ ഉണ്ടാക്കുക. പിന്നെ നമ്മളെ സമയത്തൊന്നും ഗണിതം ആസ്വദിച്ചൊന്നും പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ഈ ഒരു ടൈപ്പിലേനും പോയിരുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി നമ്മൾ ടീച്ചേഴ്സ് ആയപ്പോൾ ഗണിതം ഇത്ര ആസ്വദിച്ചും പഠിപ്പിക്കാം, കളികളിലൂടെ പഠിപ്പിക്കാം, കുട്ടികളെ നല്ല മനസ്സിലായത് ICT ഉപയോഗിക്കാം. പിന്നെ ഗണിത കിറ്റ് ടീച്ചർ പറഞ്ഞല്ലേ, അതൊക്കെ എപ്പാണ് മനസ്സിലാവുന്നത്. എൻ്റെ ഒരു ലൈഫിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നെ ആക്കിയത് ടീച്ചേഴ്സിന്റെ ഒരു ആറ്റിറ്റ്യൂഡ്. എന്നെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനെ, എനിക്ക് കണക്കിന്റെ ടീച്ചേഴ്സിനെ പേടിയായിരുന്നു അത്രയും. ഓക്കെ ഓക്കെ ടീച്ചറെ. ഇനി അടുത്ത ആള് അമേയ എന്ന ID കയറിയത് ആരായിരുന്നു? ജിഷു ടീച്ചർ. പറഞ്ഞോ ടീച്ചറെ. ഗണിതം കുട്ടികൾക്ക് കുറച്ചും കൂടി പ്രയാസമാകാൻ കാരണം എന്റെ അഭിപ്രായത്തില് കുട്ടികൾക്ക് ആശയം ലളിതമായ രീതിയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എത്താത്തത് കൊണ്ടുള്ള പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മള് ഇപ്പൊ ടീച്ചർമാർ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പലതും കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെന്ന് കുട്ടികൾ ചിന്തിക്കുന്ന രീതിയിൽ പഠിപ്പിക്കണം. അങ്ങനെയാകുമ്പോഴാണ് കുട്ടികൾക്ക് അത് കൂടുതൽ ഉൾക്കൊള്ളാൻ പറ്റുന്നത്. പിന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങള് കളി രീതിയിലൂടെയും കുറച്ച് കഥകളിലൂടെയും ഒക്കെ പഠിപ്പിക്കുമ്പോൾ കുറച്ചും കൂടെ കുട്ടികൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് തോന്നിയിട്ടുള്ളത്. ഇനി ആരാ? സുമി ചേച്ചി ഒന്ന് പറഞ്ഞോ. ഗണിതത്തിന്റെ ബേസിക്സ് ഉറയ്ക്കാതെ മുകളിലേക്ക് പഠിച്ചു വരുന്ന കുട്ടികൾക്കാണ് ഗണിതം ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. എൻ്റെ ഒരു അധ്യാപിക, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർ എന്നെ വീട്ടിൽ കൊണ്ടുപോയി കണക്ക് പഠിപ്പിച്ചു തരുമായിരുന്നു. അത് അന്ന് എനിക്ക് മനസ്സിലായില്ല. 3ാം ക്ലാസ് വരെ ഞാൻ പഠനത്തിൽ കുറച്ച് പിന്നോക്കമായിരുന്നു. അതിനുശേഷം ഈ മാത്സ് ടീച്ചറിന് എന്നോട് എന്തോ ഒരു പ്രത്യേകത തോന്നിയിട്ടായിരിക്കും എന്നെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ പ്രത്യേകിച്ച് ഇരുത്തി കണക്കൊക്കെ പഠിപ്പിച്ചു തന്ന് പിന്നീട് ഒരിക്കലും മാർക്ക് താഴോട്ട് പോയിട്ടില്ല. ഓക്കെ. അപ്പം എന്താണ് അങ്ങനെ ആ അധ്യാപികയുടെ ഒരു പ്രേരണ, ബേസിക്സ് ഉറപ്പിക്കുക, അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ. അപ്പം സുമി ചേച്ചി പറഞ്ഞത് ബേസിക് ഉറപ്പിക്കുക, അഞ്ജു ടീച്ചർ പറഞ്ഞത് അധ്യാപകരുടെ സമീപനം മാറ്റം വരുത്തുക, അല്ലെ? സമീപനം, അതായത് കുട്ടികൾക്ക് കുറച്ചുകൂടി ഒന്ന് ഫ്രണ്ട്ലി ആവുക കളി രീതിയിലേക്ക്. അപ്പം ജിൻഷ ടീച്ചർ പറഞ്ഞത് എന്താണ്, കുറച്ചുകൂടി കളി രീതി രസകരമാക്കി പഠിപ്പിക്കുക എന്നൊക്കെ ഉള്ള കാര്യങ്ങളല്ലേ? ഇനി മറ്റു പോയിന്റുകൾ ആർക്കെങ്കിലും ഉണ്ടോ? ടീച്ചറെ, ആദ്യകാലത്ത് ഗണിതമൊക്കെ മൊത്തം തിയറി ആയിരുന്നു. കുട്ടി തിയറി മാത്രം പഠിച്ച് ഇപ്പം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒന്നും പഠിക്കാതെ തിയറി മാത്രം പഠിച്ച് അവര് ബേസ് പോലും ആകാതെ കയറിപ്പോകുന്ന കുട്ടികൾ അപ്പം മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര പാടായിരിക്കും. കൺസെപ്റ്റ് ഒക്കെ പെട്ടെന്ന് ക്ലിയർ ആവാനും ഒക്കെ നല്ല പാടായിരിക്കും മനപ്പാഠം പഠിച്ചു പോകുന്ന കുട്ടികൾക്ക്. ഓക്കെ. അപ്പോ ഇങ്ങനെ നമുക്ക് കുറച്ച് പോയിന്റുകൾ കിട്ടി. ഒന്ന്, ഗണിതം പ്രയാസമാകാനുള്ള കാരണം നിങ്ങൾ പറഞ്ഞതൊക്കെ തന്നെയാണ്. ഗണിതം പ്രയാസമായ ഒരു സബ്ജക്റ്റ് അല്ല, പക്ഷെ അതിനോടുള്ള ഭയം അധ്യാപകര് അറിയാതെ സൃഷ്ടിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. പ്രയാസമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എവിടെയൊക്കെയോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇത്രയും പ്രയാസമുള്ള ഒരു ടോപ്പിക്കാണ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവിടെ തന്നെ പോയി. ആ ടീച്ചറിന് തന്നെ അറിയാം ഇത് പ്രയാസമാണെന്ന്. പിന്നെ എന്നെ പോലുള്ള സാധാരണക്കാരായ പിള്ളേർക്കൊന്നും ഇത് പഠിക്കാൻ പറ്റൂല, ക്ലാസ്സിൽ ഏറ്റവും മിടുക്കനായവരത് പഠിച്ചെടുത്തോട്ടെ, അതൊഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഞാൻ പഠിച്ചോളാം എന്നുള്ളൊരു മൈൻഡ് കുട്ടികളിലേക്ക് അങ്ങ് വരും. നമ്മൾ പ്രയാസമാണ് എന്ന് കുട്ടികളോട് പറയാതെ കൂടുതൽ രസകരമാക്കി പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ തന്നെ ഏറ്റവും പ്രധാനമാണ് അടിസ്ഥാനം ഉറപ്പിക്കുക എന്നുള്ളത്. അടിസ്ഥാന ശേഷികൾ ഉറച്ചു കഴിഞ്ഞാൽ ഗണിതം പ്രയാസമില്ലാതെ കുട്ടികൾക്ക് നേടിയെടുക്കാനാകും എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അടിസ്ഥാന ശേഷികൾ ഉറപ്പിക്കാനും നമ്മൾ കളിരീതികൾ പ്രയോജനപ്പെടുത്തണം. കുട്ടികൾക്ക് താല്പര്യമുള്ളപ്പോൾ മാത്രമാണ് അവരെ നമ്മൾ ഏതൊരു കാര്യവും പൂർണ്ണമായി പഠിപ്പിക്കാനാവുക, അവർക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാനാവുക. അപ്പൊ കുട്ടികളിൽ എപ്പോഴും നമ്മൾ പ്രചോദിപ്പിക്കണം, അല്ലെ? അവരെ പിന്നെ പഠിക്കാനുള്ള മോട്ടിവേഷൻസ് കൊടുത്ത് അവരെ പഠിക്കാൻ പ്രാപ്തരാക്കി കളിരീതികളിലൂടെ അവരുടെ ഉള്ളിലേക്ക് ഇടം പിടിച്ച് ഗണിതം പഠിക്കുകയാണെന്ന് തോന്നാതെ ആയാസരഹിതമായിട്ട് ഗണിതത്തെ സമീപിക്കുകയാണ് വേണ്ടത്. ഒപ്പം
പിന്നെ ഇവിടെ ആര്യ ടീച്ചർ പറഞ്ഞതുപോലെ ജീവിതഗന്ധിയായി പഠിപ്പിക്കാൻ കൂടി ശ്രമിക്കണം. ഗണിതത്തിന്റെ ഉപയോഗം എന്തെന്ന് കുട്ടിക്ക് മനസ്സിലാകണം. ഇപ്പൊ ഒരു കച്ചവടം സ്ഥാപനം നമ്മുടെ ക്ലാസ്സിൽ നടത്തുന്ന ഒരു ഗെയിം ഒക്കെ കളിക്കുകയാണെങ്കിൽ പണം കൊടുക്കുക, വാങ്ങുക, ബാലൻസ് കൊടുക്കുക, ഇവിടെ നമ്മൾ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പഠിക്കും. അത് ക്രയവിക്രയം പഠിക്കും അല്ലെ, വരവ് ചെലവ് പഠിക്കും. ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ഒരുക്കുക, സ്കൂളിൽ ഒരുക്കുക എന്നൊക്കെ ഉള്ളത് ഗണിതത്തെ കൂടുതൽ പ്രയാസമില്ലാതെ ആക്കും, ഇഷ്ടപ്പെടാൻ സഹായിക്കും അല്ലെ. അപ്പൊ ഈ ചോദ്യം ഇന്നലെ നമ്മൾ ഗണിതവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇന്ന് വേറൊരു ക്വസ്റ്റ്യൻ വന്നായിരുന്നല്ലോ ടീച്ചറെ, ഗണിത പഠനം കൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഗണിത പഠനം കൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? വിൻസിനി ടീച്ചർ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നു, ഉത്തരം പറയോ? ബിന്ദുജ ടീച്ചറെ പറഞ്ഞോ. കുട്ടികളിലെ പ്രശ്നപരിഹരണ ശേഷി ഏറ്റവും കൂടുതൽ കിട്ടും. കുട്ടികളിലെ യുക്തിപരമായ ചിന്ത വർദ്ധിപ്പിക്കാന് ഗണിത എന്ന വിഷയത്തിന് സാധിക്കും. ഗണിതം പഠിക്കുന്നതിലൂടെ യുക്തിപരമായി ചിന്തിക്കാനും പിന്നെ ദൃശ്യസ്ഥലപര ബുദ്ധി, ബഹുമുഖ കൃത്യത, സൂക്ഷ്മത, ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്. എന്തൊക്കെ ഉപകരണങ്ങൾ? ഗണിതപരമായ ഉപകരണങ്ങൾ. അത് ഏതൊക്കെയാ? ഒന്നോ രണ്ടോ ഉപകരണം പറഞ്ഞേ, നമ്മളായിട്ട് ഇട്ട് കൊടുക്കുക. അളക്കാനായിട്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടല്ലോ മിസ്റ്റർ. ഇപ്പം സ്റ്റീൽ പാത്രമാണെങ്കിൽ അതിൽ ഇത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്നുള്ള ആ ഒരു കൺസെപ്റ്റ് കുട്ടി അറ്റൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഉപകരണങ്ങളോടുള്ള പഠനം. ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ അബാക്കസും ഉണ്ട്, സ്ഥാനങ്ങൾ നിർണ്ണയിക്കാനുള്ള അബാക്കസ് ഉണ്ട്, അളവ് തൂക്ക സമ്പ്രദായങ്ങളുണ്ട് അല്ലെ, വെയിറ്റ്, കട്ടികള്, അങ്ങനെ ഓരോന്നും ഉണ്ട്. അപ്പൊ അത് പറയാം. ഞാൻ ബിന്ദുജ ടീച്ചറെയാണ് വിളിച്ചത്, ടീച്ചറിന്റെ വോയിസ് കേൾക്കുന്നില്ല. ബിന്ദുജ ടീച്ചറെ ടീച്ചറെ പേര് കേട്ടില്ല. ടീച്ചറെ ഇന്ന് അബാക്കസിന്റെ കാര്യം എന്ന് ടീച്ചറിനോട് ചോദിച്ചായിരുന്നു. അല്ല, അബാക്കസ് പഠിപ്പിക്കുന്ന ഇത് പറഞ്ഞപ്പോ ടീച്ചർ പറഞ്ഞു, പിന്നെ പാനലുള്ളവർ പറഞ്ഞു അത് വലിയ ക്ലാസ്സുകളിലല്ലേ പഠിപ്പിക്കുന്നത്, പിന്നെ കൊച്ചു കുട്ടികളെ എങ്ങനെയാണ് വലിയ രീതിക്ക് പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ കുറെ കഴിഞ്ഞ് ഉദ്ദേശിച്ചതെന്നുള്ളതാണ് അവിടെ പ്രശ്നം. അപ്പം ടീച്ചർ പറഞ്ഞു അങ്ങനെയല്ല, ഞാൻ കുട്ടികളെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ അവര് പറഞ്ഞത് അവരെ വാഴപ്പിണ്ടിയിൽ ഈർക്കിൽ കുത്തി അതിൽ മുത്ത് കോർത്ത് അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അവര് ഓക്കെ പറഞ്ഞു. അപ്പൊ അവര് അബാക്കസ് 500 രൂപ കൊടുത്ത് അബാക്കസ് മേടിച്ചു വെച്ച് അങ്ങനെ പഠിപ്പിക്കുന്ന രീതിയാണെന്നാ വിചാരിച്ചതെന്നാ പറഞ്ഞു. അതെ, പിന്നെ സ്ഥാനനിർണ്ണയം പഠിക്കാൻ ഏറ്റവും നല്ല മെത്തേഡ് അബാക്കസ് തന്നെയാണ്, എത്രയോ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലെ. അപ്പൊ അത് നമുക്ക് എന്താണ് ചെലവില്ലാതെ നിർമ്മിക്കാനും പറ്റും. നമുക്ക് നമ്മുടെ കൈവശമുള്ള പൊട്ടിയ മാലയുടെ മുത്തുകൾ ഉപയോഗിച്ചും ഈ പറയുന്ന പോലെ ഈർക്കിൽ ഉപയോഗിച്ചും വാഴപ്പിണ്ടി ഉപയോഗിച്ചും ഒക്കെ നമുക്ക് അത് തെർമോക്കോൾ ഉപയോഗിച്ചും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അബാക്കസ് നിർമ്മിക്കാനൊക്കെ പറ്റും, ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയുണ്ട്. അപ്പോ അങ്ങനെ ഞാൻ ബിന്ദുജ ടീച്ചറിനോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു, രസകരമാക്കാനോ അതോ ഗണിതത്തിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് നേടിയെടുക്കാനാകുക ഗണിത പഠനത്തിൽ നിന്ന്? ഗണിതം നമ്മൾ പഠിക്കുന്നതുകൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കൂട്ടാനും കുറയ്ക്കാനും എടുക്കുന്നതല്ല, നമുക്ക് ഒരു കടയിൽ പോയാലും ഒരു സാധനം വാങ്ങിക്കുമ്പോഴത്തേന് പെട്ടെന്ന് അയാൾ കണക്ക് കൂട്ടിയിട്ട് ഇത്ര രൂപയാണ് പറയുന്നതെങ്കിൽ അത് ശരിയാണെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് മനക്കണക്കായിട്ട് കൂട്ടാൻ, ഇപ്പൊ തന്നെ പാഠപുസ്തകത്തിൽ മനക്കണക്കായിട്ടൊക്കെ കൂട്ടാനുള്ള തരം കണക്കുകൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗപ്പെടുന്നുണ്ട്. അത് തന്നെ അളവ് തൂക്കങ്ങൾ, പിന്നീട് മറ്റേ വ്യാപ്തം, നീളം, വീതി, അത് കണക്കുള്ള ആശയങ്ങൾ നമുക്ക് ജീവിതത്തിൽ പലയിടത്തും നമുക്കത് ഉപകാരപ്പെടുന്നുണ്ട്. പിന്നീട് ഈ ഹയർ ലെവലിലോട്ട് പോകുമ്പോഴും മാത്സ് നമുക്ക് വലുതായി നമ്മുടെ അക്കാഡമിക് ജീവിതത്തിലോടൊക്കെ പോകുമ്പോഴും ഈ മാത്സ് ഉപയോഗപ്പെടും. ഇപ്പം കോൺ നമ്മൾ പഠിക്കുന്ന വലിയ ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ നമ്മൾ കോൺ ഉപയോഗിച്ച് മുകൾ കോൺ താഴ്കോണൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഇപ്പം വലിയ കെട്ടിടങ്ങളുടെ ഉയരങ്ങൾ അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പഠിക്കുന്നുണ്ട്. അത് കൂടുതലൊരു വലിയ ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോഴത്തേനാണ് അത് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നീട് വീഡിയോ ഒന്ന് ഓൺ ചെയ്തേ. ഓക്കെ, ഇനി ഒന്ന് പറഞ്ഞേ. ആ ചിരിയോടൊന്ന് പറഞ്ഞേ.
മാത്സ് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗപ്പെടുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞത് നമ്മൾ കൊച്ചു ക്ലാസ്സിലാണ് പഠിക്കുന്നത് അഡിഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ. ഇതാണ് നമ്മൾ മാത്സിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഈ വോയിസ് ലാസ്റ്റ് വരെ ഈ വോയിസ് നമ്മളിങ്ങനെ അറിയാതെ ഡൗൺ ആവുമ്പോഴത്തേക്ക് നമ്മുടെ വോയിസ് ഷ്രിങ്ക് ആവും, വോയിസും ഡൗൺ ആവും. അങ്ങനെ അല്ലാതെ വളരെ പ്ലസന്റ് ആയിട്ട് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഹാപ്പി ആയിട്ട് സംസാരിക്കും. നമ്മുടെ ആ ചിരി, നമ്മുടെ എന്താണ് സംസാരിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളുടെ സൗണ്ടും കൂടി ഡിമ്മായി പോവും. അപ്പൊ അങ്ങനെ ഇല്ലാതെ ഒന്ന് തുറന്ന് സംസാരിക്കുക, ഹാപ്പി ആയിട്ട് സംസാരിക്കുക, ശബ്ദം ഉള്ളീന്ന് വരണം കേട്ടോ, ഹൃദയത്തിന്ന് വരണം സൗണ്ട്. അപ്പം മാത്സ് കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അപ്പൊ മാത്സിന്റെ ഒരു ഏറ്റവും ബേസിക് എന്ന് പറയുന്നത്, ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കാവുന്നത് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അപ്പൊ ഞാൻ അതിൽ ഫസ്റ്റ് പറഞ്ഞത്, നമ്മളൊരു കടയിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളൊരു സാധനം വാങ്ങിച്ചു കഴിയുമ്പോൾ അതിന് എത്രയുണ്ട് അയാൾ പറഞ്ഞു കഴിയുമ്പോഴത്തേന് നമുക്കത് പെട്ടെന്ന് മനക്കണക്കായിട്ട് കൂട്ടിയിട്ട് അയാൾ പറയുന്നത് ശരിയാണോ, അങ്ങനെ ഒരു നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് അടിസ്ഥാനപരമായ ഒരു കഴിവില്ല എന്നുണ്ടെങ്കിൽ പലയിടത്തും നമ്മൾ പറ്റിക്കപ്പെടും. അപ്പം ആ ഒരു രീതിയിൽ മാത്സ് നമുക്ക് ഒരുപാട് ഉപയോഗമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളൊരു ബാങ്കിലോട്ട് ചെല്ലുകയെന്ന് വെച്ചോ, ബാങ്കിലോട്ട് ചെല്ലുമ്പം അവിടുത്തെ ബാങ്കിലുള്ളവർ ഇത്ര ശതമാനം പലിശയാണെന്ന് പറയുമ്പോൾ നമുക്ക് ആ പലിശയെ പറ്റിയുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഏത് സ്കീമിനോട്ടാണ് ചേരുന്നതാണ് ഏറ്റവും നല്ലത്, ആ ഒരു ചിന്തയൊക്കെ നമ്മുടെ ഉള്ളിലോട്ട് വരും. പിന്നെ ഇപ്പം അത് കണക്ക് തന്നെ ഇപ്പോൾ ഒരു വീട് നിർമ്മിക്കാന്ന് വെച്ചോ, വീട് നിർമ്മിക്കുമ്പോൾ വീടിന് ഇത്ര സ്ക്വയർ ഫീറ്റ് വീട് വേണം, അങ്ങനെയുള്ള അളവുപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചിന്തിക്കാൻ പറ്റും. അപ്പൊ ഇന്ന രീതി ചെയ്താൽ നല്ലതായിരിക്കും, അത് കണക്ക്. പിന്നെ മാത്സ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഏത് രീതിയിൽ മെച്ചപ്പെടാൻ പറ്റും. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് മാത്സ് ആണ്. അതുകൊണ്ട് മാത്സ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാടെടുത്ത് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പൊ സന്തോഷമായിട്ടാണ് സംസാരിച്ചേ? ആണ്, കുഴപ്പമില്ല. ഇതുപോലെ സംസാരിക്കണം. എനിക്ക് നിങ്ങളുടെ സൗണ്ട് കേൾക്കുമ്പോ എനർജി തോന്നണം, ഞാൻ ഹാപ്പി ആവണം കേട്ടോ, ഡൗൺ ആവരുത്. നല്ല ചിരി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നല്ല ചിരിയാന്ന്? കോൺഫിഡൻസ് ഇല്ലാത്ത മേഖലയാണോ ചിരി? ഓക്കെ, ഹാപ്പി ആയിട്ട് സംസാരിക്കണം, നല്ല ശബ്ദത്തില് കേട്ടോ. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ. ശരി. ഇനി ഇപ്പൊ നമ്മള് ഗണിതത്തിൽ നിന്ന് എന്തൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ അത് വാസ്റ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ചെറിയ കുട്ടികൾക്ക് ഗണിതത്തിൽ നിന്ന് എന്തൊക്കെ ശേഷികളാണ് നേടാനാകുക എന്നാണ് റിൻഷ ടീച്ചറിന് തോന്നുന്നത്? ഞാൻ പെട്ടെന്ന് വിളിക്കുവേ, റിൻഷ ടീച്ചർ. കുട്ടികളിൽ പോലെ യുക്തി വർദ്ധിപ്പിക്കാനും വിമർശനാത്മക ചിന്ത വർദ്ധിപ്പിക്കാനും ഒക്കെ ഗണിതം സാധിക്കും. മാത്രമല്ല കുട്ടികളിൽ ഒരുപാട് ചെയ്യുന്നതിലൂടെ അവരുടെ ഓർമ്മശക്തി കൂട്ടാനും ഒരു കാര്യത്തിൽ തന്നെ കേന്ദ്രീകരിക്കാനുള്ള കഴിവൊക്കെ വർദ്ധിക്കും. പിന്നെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ശേഷി കൂടും. പിന്നെ കുട്ടികളിലെ ഉത്തരം അവർക്ക് തന്നെ കണ്ടെത്താൻ പറ്റുമ്പോൾ അവർക്ക് ഒരു കോൺഫിഡൻസ് കൂടും മാത്സ് പഠിക്കുന്നതിന്റെ. പറഞ്ഞ പോലെ ഉപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള കഴിവ്. പിന്നെ ഹൊവാർഡ് ഗാർട്ട്നറുടെ ബഹുമുഖ ബുദ്ധിയിൽപ്പെടുന്ന ഒന്നാണ് ഗണിതപരമായ ബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ ആ ബുദ്ധി ശേഷി വർദ്ധിപ്പിക്കാനും ഗണിത പഠനം സഹായിക്കും. ഓക്കെ, റിൻഷ ടീച്ചറിന്റെ ശബ്ദം നല്ല സൗണ്ട് കേട്ടോ. ഇതിനകത്തെ എനിക്ക് പ്ലീസിങ് ആയിട്ട് ശബ്ദം തോന്നുന്ന കുറച്ച് പേരുടെ പേര് മാത്രം ഞാൻ പറയാം. കുറച്ച് പേര്: ആര്യ ടീച്ചർ, ശ്രീ ടീച്ചർ ഒത്തിരി മാറി കേട്ടോ, ഇപ്പൊ നല്ല ശബ്ദം ഒക്കെയാണ്. അഞ്ജൽ ടീച്ചർ ഓക്കെയാണ്. അഞ്ജൽ ടീച്ചറിന് എവിടെയൊക്കെ ചില സമയത്ത് ഒരു കോൺഫിഡൻസ് നഷ്ടമാവും എന്നുള്ളത് ഒഴിച്ചാല് നല്ല വ്യക്തതയുണ്ട്, നല്ല ശബ്ദമാണ്, നന്നായിട്ട് സംസാരിക്കാറുണ്ട്. പിന്നെ റിൻഷ ടീച്ചറിന്റെ സൗണ്ട് ഇപ്പൊ നോക്കിയിട്ട് നന്നായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സുംചേച്ചി, അത് പിന്നെ പണ്ടേ അങ്ങനെയാണ്, ആള് നല്ല കോൺഫിഡന്റ് ഒക്കെയാണ്. അപ്പം ശബ്ദം ഓക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കിയുള്ളവരെ ഞാൻ ഇനി കേട്ടിട്ട് പറയാം. ഇതിനകത്ത് പിന്നെ സൗണ്ട് പ്രശ്നമായിട്ട് തോന്നിയത് ഞാൻ അപ്പോഴപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ജിൻഷ ടീച്ചറും ജിൻഷ എന്നായിരുന്നു അല്ലേ? ജിൻഷ ടീച്ചർ അല്ല ടീച്ചർ, ജിൻഷയല്ല, ജിഷ. ജിഷയാ? ജിഷ ടീച്ചർ. ജിഷ ടീച്ചറും കുറച്ചുകൂടെ ഹാപ്പി ആയിട്ട് സംസാരിക്കണേ, ഉറക്കെ എനർജി ആയിട്ട്.
ഓ, അതോ ഇനി സാഹചര്യം സമ്മർദ്ദം വല്ലതും ഉണ്ടോ? സാഹചര്യാണ്, സന്ദർഭമുണ്ട്. എന്താണ് പ്രശ്നം? കാരണം എവിടെയാണ്? ലൈബ്രറിയിലാണ്. ഓ, ലൈബ്രറിയിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ ഞാൻ അധികം അപ്പൊ ശല്യം അറിയാലോ, അവിടെ ഒരു ആ സൈലന്റ് പ്ലേസ് ആണ്. ആ അപ്പൊ ഞാൻ ലൈബ്രറിന്റെ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ നിന്ന് പുറകെ വന്നിട്ടാണ് ഇപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ. അവര് ചവിട്ടി പുറത്താക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതെ, ആ അതെ, തീർച്ചയായും. ഓക്കെ. ശരി ടീച്ചറെ, എന്നാ പിന്നെ കുഴപ്പമില്ല. ഇപ്പൊ സംസാരിച്ച പോലെ ഓക്കെയാണ്. പിന്നെ അശ്വതി ടീച്ചറെ, ശരി. അശ്വതി ടീച്ചറെ തിരക്ക് കഴിഞ്ഞോ? ആ ടീച്ചറെ കഴിഞ്ഞു. ആ, ശബ്ദം വളരെ ചെറുതാട്ടോ. ആണോ? ആ, ചെറിയ കുഞ്ഞുങ്ങളുടെ സൗണ്ട്, ഞങ്ങളുടെ നമ്മുടെ അഞ്ജൽ ടീച്ചറിന്റെ ഒക്കെ ശബ്ദം പോലെ അല്ലേ മിൻസിൻ ടീച്ചറെ? അതിലും അതെ കുഞ്ഞായിട്ട്. അതെ ആ, അതെ. അതിലും ഒരു ഇച്ചിരി ഞങ്ങളിനി പ്രായം ചോദിക്കേണ്ടി വരും. അതെ അതെ. സ്ത്രീകളോട് പ്രായം ചോദിക്കരുതെന്ന് പ്രായമുണ്ട്. പറയാറുണ്ട്. അപ്പോഴും നല്ല ഉച്ചത്തിൽ സംസാരിക്കണം. അതെ അതെ. ആ ആ ആ കുറച്ചുകൂടി ഒന്ന് പിന്നെ എന്താ, ഒരു ബാസ് വരണം. പക്ഷെ അത് നമ്മള് സ്വന്തമായിട്ട് ബാസ് ഇടാൻ നമുക്ക് എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ല. പക്ഷെ ശബ്ദത്തിൽ ഒരു എന്താ, ഒരു ഊർജം കൊണ്ടുവരാൻ പറ്റും. കുറച്ചുകൂടി ഉച്ചത്തിൽ ഉള്ളിൽ നിന്ന് വന്ന് നല്ല ശബ്ദത്തിൽ സംസാരിക്കാൻ പറ്റട്ടെ കേട്ടോ. ആയിക്കോട്ടെ ടീച്ചറെ. ഓക്കെ. വന്നവരൊക്കെ അല്ലെങ്കിൽ അവിടെ ചിലപ്പോ ഒരു ചോദിക്കും, മൈക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും ക്ലാസ്സിൽ പഠിപ്പിക്കാൻ. ഉറപ്പായിട്ടും ഒരു കാര്യം ടീച്ചർ, ഗണന ചിന്ത എന്ന് പറയുമ്പോൾ അത് മനക്കണക്ക് അങ്ങനെ വരുന്നുണ്ടോ? മനക്കണക്ക് ഉണ്ട് ടീച്ചറെ. മിൻസിനെ ടീച്ചറെ, നമ്മൾ ഗണന ചിന്തയെ കുറിച്ച് സംസാരിച്ചായിരുന്നോ? ഗണിതചിന്ത എന്ന് പറയുമ്പോഴത്തേക്ക് ഗണിത പ്രശ്നം ചെയ്യുമ്പോൾ അതിന്റെ പിന്നിലെ യുക്തിയും കൂടെ മനസ്സിലാക്കി ചെയ്യുകയാണ് ഗണനചിന്ത എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 1-ാം ക്ലാസ്സിലെയും 3-ാം ക്ലാസ്സിലെയും മാത്സിന്റെ ഹാൻഡ് ബുക്കിന്റെ ഫ്രണ്ട് പേജ് വായിക്കുമ്പോൾ ഇതെല്ലാം ഉണ്ട്. നമ്മൾ ആ ക്ലാസ്സിനകത്തതുണ്ടല്ലോ അല്ലേ, നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ അത്? ഹാൻഡ് ബുക്കിന്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ ഗണിതത്തിന്റെ ചെയ്തിട്ടുണ്ട്. ചെയ്തതാ. അതൊന്ന് കേറി നോക്കണേ അഞ്ജു ടീച്ചറെ. പിന്നെ ഗണന ചിന്ത എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തയിലും ഗണിതം കൊണ്ടുവരുന്ന രീതി, അതിന്റെ പിന്നിലെ തത്വം. അത് ബ്രാക്കറ്റിൽ കമ്പ്യൂട്ടേഷണൽ എന്ന് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് എന്ന് അല്ല, യുക്തി ചിന്ത എന്നാണ് ഈ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിന്റെ പിന്നിലുള്ള യുക്തിചിന്ത. ടീച്ചർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഇപ്പം 9 കൂട്ടണം 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ചിലർ വിരലെടുത്ത് കൂട്ടും, ചിലർ എഴുതി കൂട്ടും. ഇപ്പം 9 + 3 എന്ന് പറയുമ്പം ആ 3-ൽ നിന്ന് 1-നെ എടുത്ത് 9-ലോട്ട് വെക്കുമ്പോ അവിടെ 10ആയി. 10ന്റെ ഒരു കൂട്ടമായി. ബാക്കി പിന്നെ എത്ര ഉണ്ട്? 2 കൂടെ ഉണ്ട്. അപ്പൊ അതും കൂടെ കൂട്ടുമ്പോ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിന്റെ ഉത്തരം കിട്ടത്തില്ലേ? അപ്പൊ ആ ഒരു പ്രശ്നം കിട്ടുമ്പോ അതിന്റെ പിന്നിലുള്ള ആ ഒരു യുക്തി, ആ ഒരു സ്റ്റെപ്പ് അല്ല പഠിക്കുന്നത്. അതിന് പിന്നിലുള്ള കുട്ടിക്ക് സ്വയം കണ്ടെത്തണം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ പല രീതിയിൽ ചെയ്യാന്നുള്ളത്. അതാണ് ഗണനചിന്ത. ഈ കൂട്ടാനൊക്കെ നമ്മൾ പറയുമ്പോഴും കുട്ടികളോട് വിരലെടുത്ത് കൂട്ടാനൊക്കെ ആദ്യമേ നമ്മൾ സമ്മതിക്കുന്നുള്ളൂ, മൂർത്ത വസ്തുക്കൾ ഉപയോഗിക്കുന്ന സമയത്ത്. പിന്നീട് കൂട്ടങ്ങളാക്കാൻ അത് ഉറപ്പിക്കുകയാണ് വേണ്ടത്. സത്യം പറഞ്ഞാൽ നമ്മുടെ അധ്യാപനത്തിലെ പോരായ്മ കൊണ്ടാണ് കുട്ടികൾ ഗണിതത്തിൽ പിന്നോട്ട് പോകുന്നത്. നമ്മളെപ്പോലെ ഗണിതത്തെ ഭയത്തോടെ നോക്കുന്ന കുറച്ചു പേരെങ്കിലും ഉണ്ടാകുന്നതാണ് കുട്ടികൾ പിന്നിലേക്ക് പോകാൻ കാരണം. ആദ്യം നമ്മൾ നമ്മുടെ ഗണിതപരമായ അടിസ്ഥാന ശേഷികളെ ഉറപ്പിക്കുക. എനിക്കും പ്രയാസമുള്ള ഒരു ഏരിയ ആയിരുന്നു. പഠിച്ച ഒരു കുട്ടി ഉണ്ടായിരുന്നു എന്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചത്. ഞാൻ ബികോം ആയിരുന്നു. അപ്പൊ അക്കൗണ്ടിങ് സാർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പൊ ഈ കുട്ടിക്ക് പേടിയായിട്ട് സ്പെഷ്യൽ ക്ലാസ് എല്ലാം വെക്കാറുണ്ടായിരുന്നു. പിന്നെ പേടിയായിട്ട് സാറോട് പറഞ്ഞു, ഞാൻ സ്പെഷ്യൽ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പം ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്, കേരള ഗ്രാമീൺ ബാങ്കിൽ. അപ്പൊ കഴിവില്ലാറ്റല്ലോ ടീച്ചർ. ബാങ്ക് എക്സാം ക്ലിയർ ചെയ്ത് കേരള ഗ്രാമീൺ ബാങ്ക് കയറിയിട്ട് 2-3 വർഷമായി. അന്ന് ക്ലാസ്സിന് വരത്തേ ഇല്ലേനു. നമ്മളെല്ലാം പോകുന്ന സമയത്തിന് ക്ലാസ്സിന് വരൂലേനു സാറെ പേടിയായിട്ട്. അതെ അതെ, അത് അധ്യാപകർ ഉണ്ടാക്കിയെടുക്കുന്ന ഭയമാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചും ഇതുപോലെ പിന്നെ ഗണിതം കുഞ്ഞുനാൾ തൊട്ട് പഠിക്കുന്ന സമയത്ത് എനിക്കത് പറ്റില്ല എന്നുള്ള ചിന്തയാണ് മനസ്സിൽ ഉറച്ചു പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അങ്ങേയറ്റം പ്രയാസമായിരുന്നു. ഇതുപോലൊരു 10th ഒരു ട്യൂഷന് പോയി അടുത്തിരുത്തി പറഞ്ഞു തരാൻ ഒരു ടീച്ചർ ഉണ്ടായപ്പോഴാണ് എനിക്ക് അതിനോട് ഭയം മാറിയത്. അപ്പോ എന്നെ കൊണ്ട് പറ്റും എന്ന ലെവലിലേക്ക് വന്നത്.
പിന്നെ അതിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് നമ്മുടെ ജെറിൻ സാറിന്റെ ഒക്കെ ക്ലാസ് കണ്ടിട്ടാണ്, അല്ലേ വിൻസെന്റ് ടീച്ചറെ? അതെ 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 അതൊരു അപാരം തന്നെ. അതെ, ആരും അറിയാതെ എല്ലാവരും ആരാധിക്കുന്ന മനുഷ്യൻ, ആ കൂട്ടത്തിൽ ഞങ്ങളും 2-3 പേരും കൂടെ ഉണ്ട്, അല്ലേ? ഞങ്ങള് പറയാറുണ്ട്, ഞങ്ങള് വലിയ ദൈവവിശ്വാസികളോ കാര്യങ്ങളോ ഒന്നുമല്ല, പക്ഷെ ദൈവത്തെ പോലെ കാണുന്ന ഒരു മനുഷ്യൻ അദ്ദേഹമാണെന്ന്. അത്രയും പ്രയാസമായിട്ട് തോന്നുന്ന മാത്സിനെയാണ് ഇത്രയും സിമ്പിൾ ആക്കിയത്. ഞാനും ഉണ്ട് ടീച്ചർ, ജെറിൻ സാർ അല്ലേ? അതെ, ജെറിൻ സാർ. അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കും, ഇപ്പം ധൈര്യമായിട്ട് പറയാം, ആ ചാനൽ ട്രിക് ടേൺ പോയി നോക്കൂ, അതിനകത്ത് കിടപ്പുണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാനലാണ്. ട്രിക് ടേൺ പോയി നോക്കൂ, ഏത് കുട്ടിക്ക് എത്ര ലെവല്, എനിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പിന്നെ ആർക്ക് മനസ്സിലാവും എന്നാണ് ഞാൻ പറയാറ്. ഓക്കെ, അതുപോലെ ഇന്ന് ചോദിച്ചൊരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് അസൈൻമെന്റ് പോലെ തരികയാണ്. കാരണം വെറുതെ നമ്മുടെ വായിൽ വരുന്ന കാര്യം പറയാതെ അതിന്റെ പിന്നിലെ സയൻസും കൂടി നോക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഒരു കുട്ടി ആക്റ്റീവായിരിക്കുന്ന സമയം എപ്പോൾ? നമ്മുടെ മനസ്സിൽ ഉത്തരവുണ്ട് എപ്പോഴാണെന്ന്, അല്ലേ? രാവിലെ ഏതൊക്കെ വിഷയം പഠിപ്പിക്കാം, ഉച്ചയ്ക്ക് ഏതൊക്കെ വിഷയം പഠിപ്പിക്കാം, കുട്ടിയെ ആക്റ്റീവ് ആക്കാൻ എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്യാം? കേട്ടോ, ഒരു കുട്ടി ആക്റ്റീവായിരിക്കുന്ന സമയം എപ്പോൾ, രാവിലെ ഏതൊക്കെ വിഷയം, ഉച്ചയ്ക്ക് ഏതൊക്കെ വിഷയം പഠിപ്പിക്കാം, കുട്ടിയെ ആക്റ്റീവ് ആക്കി വെക്കാൻ എന്തൊക്കെ ചെയ്യാം? എനിക്ക് വായിൽ വരുന്ന ബ്ലാ ബ്ലാ ഉത്തരം വേണ്ട, നല്ല കൃത്യമായ മറുപടിയാണ് വേണ്ടത്. നന്നായി അതേക്കുറിച്ച് ഒന്ന് പ്രിപ്പയർ ചെയ്ത് തന്നെ ഉത്തരം വേണം, കേട്ടോ? ഇനി ചോദിച്ച 2-3 ചോദ്യങ്ങൾ NEP നമ്മൾ പറഞ്ഞു, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ അതേക്കുറിച്ച് അറിയുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞൂടെ? NEPയുടെ ക്ലാസ് കണ്ടോ? അഞ്ജലി ടീച്ചറെ നോട്ട് തയ്യാറാക്കിയ ആൾക്കറിയാലോ, കണ്ടായിരുന്നോ? NEP യെ കുറിച്ചാണോ ടീച്ചറെ? ഞാന് മുന്നേ പഠിച്ചു വെച്ച നോട്ട്സ് ആണ് റെഫർ ചെയ്തത്. ടീച്ചർ ഇതിങ്ങനെ കൊറേ നോക്കണ ഒരുപാട് സമയം പോയ പോലെ, അപ്പൊ ഞാന് പിന്നെ മുന്നേ ഉണ്ടായിരുന്നൊരു നോട്ടാണ് നോക്കി വെച്ചത്. പിന്നെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ, അപ്പൊ അന്ന് കുറെ നോട്ട് എഴുതി വെച്ചു. ഓക്കെ, അല്ലെ നമ്മളിപ്പോ തന്ന ടോപ്പിക്കുകളിനകത്ത് അതുണ്ടല്ലോ, അല്ലെ? NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ഓക്കെ, അപ്പം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ പ്രധാന പ്രത്യേകത എന്ന് തോന്നുന്നത്, ഒരുപാടൊന്നും നമുക്ക് ഡീപ്പായിട്ട് പോകണ്ട, ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആദ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു രീതി മാറ്റി 10+2+3 എന്നുള്ളത് മാറ്റിയിട്ട് 5+3+3+4 ആക്കി. അതായത് ഇനി വരുന്ന എഡ്യൂക്കേഷൻ ഇതിലനുസരിച്ച് പ്രീ പ്രൈമറി തൊട്ട്, അതായത് അംഗനവാടി കുട്ടികളെ തൊട്ട് നമ്മൾ ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപോലെ ഉൾച്ചേർത്തുകൊണ്ട്, അത് കുട്ടിയുടെ വിദ്യാഭ്യാസം 3 വയസ്സ് മുതൽ 18 വയസ്സ് വരെ എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഇനിയുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ ഘട്ടത്തില് അംഗനവാടി കുട്ടികള്, പിന്നെ LKG UKG 1-2 സ്റ്റാൻഡേർഡ്, അത് ഫൗണ്ടേഷൻ സ്റ്റേജ് ആയിട്ടും, പിന്നെ 5+3+, അടുത്ത 3-ല് 1-2 ക്ലാസ്സുകാര്, അടുത്തതില് സോറി ടീച്ചറെ ഒന്ന് ഓർക്കട്ടെട്ടാ, ഡീറ്റെയിൽസ് ഓർത്തേക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാ. 5+3+3+4 ആണ്. അവസാനത്തെ ഏജ് ഡിഫറൻസ് വരുന്നത് 3 മുതൽ 18 വയസ്സ് വരെയാണ്. പിന്നെയുള്ളത് ഡോക്ടർ കസ്തൂരി ഫൗണ്ടേഷൻ സ്റ്റേജ്, പറയണോ? അതില് 10+2 ടീച്ചർ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. 5+3+3+4 5+3+3+4 ആണ്. 5, 3, 3, 4. അതില് ആദ്യത്തെ പ്രീ പ്രൈമറി ഘട്ടം എന്ന് പറയുന്നത് 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെ, 3 to 8 വയസ്സ് വരെ. അതിൽ ഉൾപ്പെടുന്നത് 3 വയസ്സെന്ന് പറയുമ്പോൾ അംഗനവാടി കുട്ടി, പിന്നെ LKG UKG 1, 2. രണ്ടാമത്തത് അടിസ്ഥാന ഘട്ടം എന്ന് പറയും, അതിൽ 8 വയസ്സ് മുതൽ 11 വയസ്സ് വരെ. രണ്ടാം ഘട്ടം 8 വയസ്സ് മുതൽ 11 വയസ്സ് വരെ. അപ്പോഴും നമ്മളുടെ നിലവിലുള്ള ക്ലാസ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 3, 4, 5. മൂന്നാമത്തെ ഘട്ടം തയ്യാറെടുപ്പ് ഘട്ടം എന്ന് പറയും, അത് 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെ. 11 മുതൽ 14 വയസ്സ് വരെ. അപ്പോഴ് നിലവിലുള്ള ക്ലാസ് 6, 7, 8.
പിന്നെ സെക്കൻഡറി ഘട്ടം 14 മുതൽ 18 വയസ്സ് വരെ, 14 വയസ്സ് മുതൽ 18 വയസ്സ് വരെ. അവിടെ വരുന്ന ക്ലാസ്സുകൾ 9, 10, 11, 12. ഇപ്പോഴൊന്ന് നോക്കിക്കേ. ആദ്യം 5, 3 വയസ്സ്, LKG, UKG 1, 2. ആദ്യത്തെ 5 ആയേ. അടുത്ത 2ാം ഘട്ടത്തിലുള്ള 3, 4, 5 ക്ലാസ്സുകൾ. അടുത്ത 3, 6, 7, 8. അടുത്ത 4, 9, 10, 11, 12. അങ്ങനെയാണ് 5+3+3+4. ഓക്കെ. ഹസീന ടീച്ചറെ, ടീച്ചർ പിന്നെ NEP കുറിച്ച് ടീച്ചറിന് പ്രധാന പ്രത്യേകതയാണ് എന്ന് തോന്നിയ ഒരു പോയിന്റ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. ഇതിനെ കുറിച്ച് കൂടുതൽ എനിക്ക് അറിയില്ല. ഞാൻ അതിന് വന്ന ശേഷം കിട്ടിയിട്ടില്ല അല്ലേ? ക്ലാസ് പഴയ ക്ലാസ് കാണണേ. അപ്പൊ എങ്കിലും അറിയുന്ന എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടെങ്കിൽ ഒന്ന്. കസ്തൂരിരംഗൻ റിപ്പോർട്ട് പ്രകാരമാണ് ഇത് വന്നത്. പിന്നെ ഓക്കെ ടീച്ചറെ, പിന്നെ ശ്രീ ടീച്ചറെ ഒന്ന് പറഞ്ഞോ. മ്യൂട്ടാ. കസ്തൂരിരംഗൻ സാറാണ് ഇതിന്റെ റിപ്പോർട്ട് അവതരിപ്പിച്ചത്. 2020 ജൂലൈ 20-നായിരുന്നു റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതിനകത്തില് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. സ്കൂൾ തല വിദ്യാഭ്യാസം, ഉന്നതതല വിദ്യാഭ്യാസം, അധ്യാപക വിദ്യാഭ്യാസം. സ്കൂൾ തല വിദ്യാഭ്യാസത്തില് 10+2 എന്ന ഘടന മാറ്റിയിട്ട് 5+3+3+4 എന്ന ഘട്ടത്തിലാക്കി. പിന്നെ പ്രഭാത ഭക്ഷണം ഉൾപ്പെടുത്തി. മാതൃഭാഷ 5ാം ക്ലാസ് മുതൽ മാതൃഭാഷാ പഠനം നിർബന്ധമാക്കി. 5ാം ക്ലാസ് വരെ മാതൃഭാഷയിൽ അധ്യാപനം. പിന്നെ ഉന്നത വിദ്യാഭ്യാസത്തിൽ പരാക്ക് എന്ന് പറയുന്ന മൂല്യനിർണ്ണയ കേന്ദ്രം കൊണ്ടുവന്നു. മതി. ബാക്കിയുള്ളവർക്ക് കൂടെ അവസരം കൊടുക്കട്ടെ. ഷബ്ന ടീച്ചറെ. ടീച്ചറെ പറഞ്ഞോ ടീച്ചറെ ഒരു പോയിന്റ്. പിന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി. വീഡിയോ ഓൺ ആക്ക. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി. പിന്നെ 5ാം ക്ലാസ് വരെ മാതൃഭാഷയിൽ ബോധനം നടത്താനുള്ള ഒരു ഇത്. പിന്നെ 3, 5, 8 ക്ലാസ്സുകളിൽ മാത്രം പരീക്ഷ നടത്തുന്ന ഒരു രീതി കൊണ്ടുവന്നു. ഇപ്പൊ പറഞ്ഞ പോലെ പറയണം. ഓക്കെ. ഇനി ഞാൻ ഇതുവരെ വിളിക്കാത്ത ആരുണ്ട് ഇതില്? ഷിഫ, 2 ഷിഫയും അല്ല 1 ഷിഫയും കൂടെ വിളിക്കാറുണ്ട്. പറഞ്ഞോ ടീച്ചറെ, അറിയുന്ന എന്തെങ്കിലും ഉണ്ടോ? യെസ് മാം. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 5ാം ക്ലാസ് വരെ മാതൃഭാഷ നിർബന്ധമാക്കി. സെക്കൻഡറി തലം മുതൽ വിദേശ ഭാഷകളും സംസ്കൃതവും നിർബന്ധമാക്കി. കണ്ടില്ലല്ലോ ഞങ്ങള്. പിന്നെ അധ്യാപക പരിശീലനം നിർബന്ധമാക്കി. അധ്യാപക പരിശീലനത്തിനുള്ള കാര്യങ്ങൾ ചെയ്തു. അപ്പൊ പിന്നെ ഈ ഇതിനകത്തെ ഒരു ടീച്ചർ പറയുന്നത് കേട്ടോ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തു എന്ന്. അതിന്റെ പോരായ്മ എന്തെങ്കിലും ഉണ്ടോ? ഗുണം ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റും. പോരായ്മ എന്തെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് അറിയില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോ ഓഫ് ചെയ്ത് പോവാല്ലോ. അത് വേണ്ട, ഒന്ന് ആലോചിച്ച് നോക്ക്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പോരായ്മ ഉണ്ടോന്നല്ലേ? പോരായ്മ ഒന്നുമില്ല. എന്നാ ശരി. വേറെ ആരെങ്കിലും പറയട്ടെ. റുക്സാന ടീച്ചറെ. പറഞ്ഞു കൊടുത്തേ. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തെക്കാളും കൂടുതൽ. ഒരു സെക്കൻഡ് വീഡിയോ ഓൺ ചെയ്തേ. പറയുമ്പോ എല്ലാരും ഇനി ചെയ്യണം, എന്നെ കൊണ്ട് പറയിക്കാതെ കേട്ടോ.
സംസാരിക്കുമ്പോ വീഡിയോ നമ്മള് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് അതിനെ പിടിച്ചത്. തൊഴിലല്ല തൊഴിൽ. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ജീവിത മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ പോരായ്മ എന്തെന്നാണ് ചോദ്യം. എന്തെങ്കിലും പോരായ്മ ഉണ്ടോ? സ്കോറുകളിലും മാർക്കുകളിലും അതേമാതിരി ഉന്നത ജോലിയിൽ മാത്രമാവും കുട്ടികൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിനപ്പുറം ഉള്ള മൂല്യങ്ങളിലേക്ക് കുട്ടികൾ പോകില്ല. ഒപ്പിക്കുക. ക്ലാസ്സിൽ ഇല്ലായിരുന്നോ നമ്മളിത് ഡിസ്കസ് ചെയ്തപ്പോ? ഇല്ല. ഓക്കെ, എന്നാ ഓഫ് ചെയ്തോ. അപ്പൊ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ് ഗാന്ധിജി വരെ വിഭാവനം ചെയ്തത് അല്ലെ? ഗാന്ധിയൻ വിദ്യാഭ്യാസ രീതിയാണത്. നമ്മൾ പഠിച്ച വാർത്താ പദ്ധതി അല്ലെങ്കിൽ നെയ്ത്താലിം എന്നൊക്കെ പറയുന്നത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്തതാണ്. അതിന് ധാരാളം ഗുണങ്ങളുണ്ട്. പക്ഷെ ഗുണത്തിനോടൊപ്പം പോരായ്മ എന്ന് പറയാൻ NEP 2020 വിഭാവനം ചെയ്ത പ്രകാരമുള്ള തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പോരായ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് വലിയ പ്രശ്നം സംഭവിച്ചില്ലെങ്കിൽ കൂടി മറ്റു സംസ്ഥാനങ്ങളിലെ കാര്യം കൂടി നോക്കുമ്പോൾ അവിടെയൊക്കെ നമ്മൾ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നതേ ഉള്ളൂ. നമ്മളെ പോലെ കുട്ടികളെ മുഴുവനായിട്ട് സ്കൂളുകളിലേക്ക് എത്തിക്കാനായിട്ടില്ല. അപ്പൊ അവിടെ അല്ലെങ്കിൽ തന്നെയും ജീവിതത്തിന് പ്രാധാന്യം കൊടുത്ത് പണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. അവര് അവരുടെ അന്നന്നത്തെ ആഹാരത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നിവൃത്തികേട് കൊണ്ടോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് താല്പര്യമില്ലായ്മയോ ഒക്കെ ഉണ്ട്. അപ്പൊ ഈ സ്കൂളുകളിലേക്ക് വന്നാൽ കുട്ടികളെ തൊഴിൽ പഠിപ്പിക്കുന്ന രീതിയിലേക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. പക്ഷെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൊഴിഞ്ഞു പോക്കിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വരുന്ന കുട്ടികളുടെ മാത്രമല്ല, പഠിക്കാനായി വരുന്ന കുട്ടികളുടെ പഠനം പോലും നിലയ്ക്കാനുള്ള ഒരു സാധ്യത കൂടി അവിടെയുണ്ട്. അതായത് നമ്മൾ കുട്ടികളെ വലിയ രീതിയിൽ തൊഴിലിലേക്ക് അങ്ങ് ഇറക്കി ആ ഒരു രീതിയിലേക്ക് വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ അവർ സ്വയം പ്രാപ്തി നേടി എന്ന ചിന്തയിൽ അവരുടെ വിദ്യാഭ്യാസത്തെ അവിടെ മുറിച്ചു കളയാനുള്ള ഒരു സാധ്യതയുണ്ട്. എനിക്ക് ജീവിക്കാനുള്ളതൊക്കെ ആയി, അറിവിന്റെ നിർമ്മാണം എന്നുള്ള തലത്തിലേക്ക് പോകാതെ ജീവിക്കാൻ ഉള്ള വിദ്യാഭ്യാസം എന്ന നിലയിൽ മാത്രമായി ചുരുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. അറിവ് നേടിയെങ്കിൽ മാത്രമേ നമ്മൾ നമ്മുടെ ഈ ഒരു സമൂഹത്തിന് ഉതകുന്ന ആളായിട്ട് മാറാൻ നമ്മളെ കൊണ്ട് കഴിയൂ അല്ലേ? മറ്റേത് സെൽഫിഷ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റിന്റെ വെളിച്ചത്തിൽ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കണം എല്ലാരും കേട്ടോ. ഇത് നിങ്ങൾക്ക് വരുന്നത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിന്റെ ഭാഗമായിട്ട് എന്തോ ടീച്ചറെ 4 വർഷ ഡിഗ്രി ഇപ്പൊ ടീച്ചർ 4 വർഷ ഡിഗ്രി വരുന്നില്ലേ ഇന്റഗ്രേറ്റഡ്, അത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിന്റെ ഭാഗമാണ്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമാണ്. റിപ്പോർട്ടിന്റെ ഭാഗമല്ലേ? എന്തോ ടീച്ചറെ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമല്ലേ ഇന്റഗ്രേറ്റഡ് +4 പറയുന്നില്ലേ അല്ലേ? നമുക്ക് പിന്നെ ഒന്നുകൂടി NEP-ന്റെ ഭാഗമായിട്ട് തന്നെയാണ് 4 വർഷത്തെ ഇന്റഗ്രേറ്റഡ് B.Ed വന്നിട്ടുള്ളത്. ഇന്റഗ്രേറ്റഡ് B.Ed അല്ലേ? ഇന്റഗ്രേറ്റഡ് B.Ed 4 വർഷത്തേക്ക്. പിന്നെ അധ്യാപക വിദ്യാഭ്യാസത്തിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതാണ് NEP 2020 വന്നിട്ടുള്ളത്. 4 വർഷത്തെ ഇന്റഗ്രേറ്റഡ് B.Ed ആക്കുന്നുള്ളത്. ഇപ്പൊ ഉള്ള 2 വർഷത്തെ B.Ed കുറച്ചാളും കൂടി ഒരാള് ഷിഫ ടീച്ചറെ ഇപ്പൊ ഉള്ള 2 വർഷത്തെ B.Ed പ്രോഗ്രാം കുറച്ച് നാളും കൂടി നിലനിർത്തും. അതെ, അത് ഇപ്പൊ നിലവിൽ അപ്പം ബിരുദാനന്തര ബിരുദമുള്ളവർക്കൊക്കെ 1 വർഷത്തെ B.Ed കോഴ്സും തുടങ്ങും. ഓക്കെ, ഞാൻ ഒന്ന് പറയട്ടെ. ക്രെഡിറ്റ് സംവിധാനമാണ് 5 ടീച്ചർ ഉദ്ദേശിച്ചതെങ്കിൽ, അതായത് 1 വർഷം ജോയിൻ ചെയ്യുന്നവർക്ക് സർട്ടിഫിക്കറ്റ്, അതുപോലെ 2 വർഷമുള്ളവർക്ക് ഡിപ്ലോമ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഡിഗ്രിക്ക് അവര് ഓരോ ഘട്ടം വെച്ചത് NEP 2020 ആണ് കേട്ടോ. ഫസ്റ്റ് എനിക്ക് തോന്നുന്നു പിന്നെ കുട്ടി സ്വയം പ്രോഗ്രസ് വിലയിരുത്തുന്നു, പിന്നെ സഹപാഠികൾ വിലയിരുത്തുന്നു. അതെ, ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഡിഗ്രി ഒന്നും കംപ്ലീറ്റ് ചെയ്യാതെ ആളുകൾക്ക് പുറത്തേക്ക് പോകാം സധൈര്യം. അങ്ങനെയൊക്കെ വരുന്നുണ്ട്.
പിന്നെ അതിന്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ അഥവാ ഡ്രോപ്പായി പോകുന്ന ആളുകൾക്ക് വീണ്ടും ചെയ്യാനുള്ള അവസരവും ഉണ്ട്. അപ്പൊ എങ്ങനെ വന്ന് തീരുമെന്നറിയില്ല. നെഗറ്റീവ് ചോദിക്കുമ്പോൾ നമുക്കിത് പറയാം. ഇതിനെയൊക്കെയാണ് കേരളത്തിൽ വലിയ രീതിയിൽ വിമർശിച്ചത്. അതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് പറയാം. പ്രത്യേകിച്ച് നിലവിലത്തെ സർക്കാരൊക്കെ ഇതിനെ എതിർത്തതായതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത് കേട്ടോ. അവർ എതിർക്കുമ്പോൾ അതെന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അങ്ങനെയാണ് പാനൽ, നമുക്ക് വേണ്ട പാനൽ. ഇനി ബാല, ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ്, എല്ലാവർക്കും അറിയാതെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതേക്കുറിച്ച് ആരാ സംസാരിക്കുന്നേ? പറഞ്ഞോ അശ്വതി ടീച്ചറെ, അറിയോ? ടീച്ചറെ കേൾക്കാവോ? ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്നാ പറഞ്ഞോ ടീച്ചറെ അറിയുന്ന കാര്യങ്ങള്. ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ടീച്ചർ വീഡിയോ ഓൺ ആക്കണോ? ഓൺ ആയിക്കോ. കാണാനില്ലേ? കാണുന്നുണ്ട്. ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ് എന്നത് ഉദ്ദേശിക്കുന്നത് നമ്മള് വിദ്യാലയം തന്നെ ഒരു പഠന ഉപകരണമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോ നമുക്ക് വിവിധ വിദ്യാലയങ്ങൾ സന്ദർശിച്ച് തന്നെ നമുക്ക് കാണാൻ കഴിയും. കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലാണ് വിദ്യാലയത്തിന്റെ കെട്ടിടം തന്നെ അവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ക്ലാസ് മുറികളിലേക്ക് പോകുമ്പോൾ, ക്ലാസ് മുറികളാണെങ്കിൽ പോലും വിദ്യാർത്ഥികളെ ആകർഷിക്കുക, അതായത് പഠനത്തിൽ കൂടുതൽ താല്പര്യം ജനിപ്പിക്കുക. ആദ്യം നമ്മൾ താല്പര്യമാണല്ലോ ഉണ്ടാക്കേണ്ടത്. അവരിൽ താല്പര്യം ഉണ്ടാക്കിയാൽ മാത്രമാണ് നമുക്ക് അവരിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന മൂല്യങ്ങളും എല്ലാം എത്തിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ആ രീതിയിൽ വിദ്യാലയത്തെ തന്നെ ഒരു പഠനോപകരണമാക്കി മാറ്റുന്നതാണ് ബാല എന്ന് പറയുന്നത്. ഇപ്പോ ട്രെയിനിന്റെ രൂപത്തിൽ, അതായത് അവർ പഠിക്കുന്ന പല കാര്യങ്ങളും, ഇപ്പൊ എന്റെ മോൻ പഠിക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ ഞാൻ പോയപ്പോ എനിക്ക് ഇവിടെ പോയി ഇരിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. വളരെ രസകരമായിരുന്നു അവർ ആ ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത് കാണാൻ തന്നെ. ഒരു ബസ്സിന്റെ രൂപത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ആ ബസ്സിന്റെ ഉള്ളിലാണ് അവർ ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു ഫീലിലാണ്. അപ്പോ പിന്നെ അവിടെ ഓരോ കാര്യങ്ങളും അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നതെല്ലാം ടീച്ചറെ ആ സ്കൂളിന്റെ ഫോട്ടോ ഇടണേ. ഇടാം തീർച്ചയായും. പിന്നെ ബാക്കി പോയിന്റ് പറഞ്ഞോ. ബാക്കി അതില് ഇപ്പൊ ക്ലാസ് മുറികളിലേക്ക് കയറി വരുന്നിടത്ത് നമ്മള് പടികളുടെ മേടെ നമ്പേഴ്സ് എഴുതി വെക്കുക. ആ രീതിയിൽ, അതായത് കുട്ടികൾ അങ്ങോട്ട് കടന്നു വരുമ്പോ തന്നെ ആ ഐഡിയാസ് കുട്ടികളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ, അത് ഈ ബാലയുടെ ഭാഗമായിട്ടുള്ളതാണ്. വേഗത്തിൽ പറയണേ, എഴയുന്നുണ്ട്. അതെ, അങ്ങനെയാണേലേ നിങ്ങൾക്ക് മോഡലായിട്ട് മിൻസിനെ ടീച്ചർ പറഞ്ഞു തരും. പറഞ്ഞു കൊടുത്തോ ടീച്ചറെ? എനിക്ക് വയ്യ, എല്ലാം പറയാൻ അറിയാൻ വയ്യ, മറന്നുപോയി. ഇവര് ഈ പറഞ്ഞത് മാത്രം ഒതുക്കാതെ ബാക്കി എല്ലാ കാര്യം എന്തൊക്കെ അതിനകത്തൊക്കെ വരും എന്നൊക്കെ ഒരു ധാരണ ഉണ്ടല്ലോ. അതില് നമുക്ക് അതിന്റെ ആ കുട്ടികളെ ഇരുത്തുന്ന ക്ലാസ് റൂമിൽ ഫ്ലോർ പോലും നമ്മള് കുട്ടികൾക്ക് ഗണിതം പഠിപ്പിക്കുന്ന രീതിയിലായിരിക്കും. പിന്നെ ചുമരിലെ ഓരോ ചിത്രങ്ങള് കുട്ടികൾക്ക് പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് അതിൽ നിന്ന് തന്നെ ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓരോന്ന് ഉൾപ്പെടുത്തിയതായിരിക്കും. പിന്നെ എന്താ, എനിക്കിപ്പോ എല്ലാം മറന്നുപോയല്ലേ. അടുക്കള എന്തോ ജോലിയില്ല, അതാ. ഓക്കെ, ഞാൻ പറഞ്ഞിട്ട് ഇവിടെ നിർത്തുവാണ്. ജൈവവൈവിധ്യ ഉദ്യാനം, ശലഭോദ്യാനം, അതെല്ലാം ബാലയുടെ ഭാഗത്ത്. അതെ അതെ അതെ, ഷബ്ന ടീച്ചർ അല്ലേ പറഞ്ഞേ? അതെ, തീർച്ചയായിട്ടും. അഞ്ജു ടീച്ചറെ പറഞ്ഞോ. ടീച്ചറിന്റെ യൂട്യൂബ് വീഡിയോയിൽ ടീച്ചർ പറയുന്നുണ്ട്, ബിൽഡിംഗ് എന്ന് മാത്രം കണക്കാക്കാണ്ട് പുറമേയുള്ള ജൈവ വൈവിധ്യോദ്യാനം, ശലഭോദ്യാനം, കുട്ടികൾക്ക് എന്താണ് പഠനത്തിന് ഉപയോഗിക്കാനാവുന്നത് സ്കൂളിന്റെ കോമ്പൗണ്ടിൽ കോമ്പൗണ്ടിനുള്ളിലുള്ള എല്ലാം കേട്ടോ. അപ്പൊ ഇതിനകത്ത് 5 ടീച്ചർ മാത്രമാ ക്ലാസ് കണ്ടേന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ ഓർത്തെടുത്തോ. ഓക്കെ, അത് മതി. ഓക്കെ, ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ എല്ലാം ഇന്ന് ചോദിച്ച ചോദ്യങ്ങളാണ്.
നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളേ ഉള്ളൂ. അത് ഉറപ്പിക്കാനാണ് ഇതേ ചോദ്യങ്ങൾ ഇന്ന് എടുത്തത്, നിങ്ങൾ പ്രിപ്പയർ ചെയ്തതിൽ നിന്ന് മാത്രമല്ലാതെ. അപ്പൊ ഇന്ന് എല്ലാവരും നോട്ട് കംപ്ലീറ്റ് ചെയ്തെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ് പറഞ്ഞു ടീച്ചറെ, ശ്രീ ടീച്ചറെ. ടീച്ചറെ, ഇന്ന് ആലപ്പുഴ ജില്ലയിൽ ചോദിച്ചാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ പ്രൊഫഷൻസി കൂട്ടാനായിട്ട് ജില്ലാ തലത്തിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം ആ ടീച്ചറിന് അറിയത്തില്ലായിരുന്നു. പിന്നെ അവർ പറഞ്ഞു കൊടുത്തു. ആലപ്പുഴ ജില്ലയില ആലപ്പുഴ ജില്ലക്ക് തുടങ്ങി, ആലപ്പുഴ ജില്ലയിൽ വെച്ച് തുടങ്ങി. അപ്പൊ ടീച്ചറിന് അറിയത്തില്ലെന്ന് പറഞ്ഞപ്പോ DC എന്ന് പറഞ്ഞൊരു പദ്ധതിയാണെന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ടീച്ചറിനും ക്ലിയർ അല്ല. ഞാനിപ്പോ നോക്കിയപ്പോ ഡയറക്റ്റ് എൻട്രി കോഴ്സ് എന്നാ കാണുന്നത്. അത് തന്നെയാണോ എന്തോന്ന് അറിയത്തില്ല. അത് ഇംഗ്ലീഷ് ആശയവിനിമയ കഴിവുകളൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്ന പദ്ധതിയാ. ജില്ലാതലം അങ്ങനൊന്നും കിടപ്പില്ല. ടീച്ചർ പറഞ്ഞതൊന്ന് പറഞ്ഞേ. ഡയറക്റ്റ് എൻട്രി കോഴ്സ് ഞാൻ നോക്കിയിട്ട് അതേ കണ്ടുള്ളൂ. വേറെ ഒന്നും നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലൊന്നും ആയിട്ട് വേറെ ഒന്നും ജില്ലാതലം ഒന്ന് ഉദ്ദേശിച്ചത് ആലപ്പുഴ ജില്ലയിൽ മാത്രമാണോ അതെല്ലാം ജില്ലാ തലത്തിൽ? അതറിയത്തില്ല ടീച്ചറെ. നമുക്കത് നോക്കാം, അന്വേഷിച്ച് കണ്ടെത്തി എത്തിക്കാം കേട്ടോ. ബാക്കിയെല്ലാം ഇന്ന് ഈ ആലപ്പുഴ ജില്ലയിൽ മിക്കവാറും ഇംഗ്ലീഷുകാരെയാണ് ഇന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് എല്ലാം വന്നത്. ഞാൻ പഠിച്ചു വെച്ച ക്വസ്റ്റ്യൻസ് എല്ലാം വന്നു ടീച്ചറെ. നാളെ ഒന്നും ചോദിക്കത്തില്ലായിരിക്കും. ഇല്ല ടീച്ചറെ, നാളെ ഒന്നും ചോദിക്കത്തില്ലായിരിക്കും. വേറെ വല്ലതും ആയിരിക്കും എന്നോട് ചോദിക്കും. നെഗറ്റീവ്, ഫുള്ള് നെഗറ്റീവ് അടിക്കാം. എങ്ങനൊക്കെ നെഗറ്റീവ് അടിക്കാമോ റിസർച്ച് ചെയ്ത് വെച്ചേക്കുക. എന്നാ സാധാരണ മനുഷ്യര് അത് കാണുമ്പോ ഇതൊക്കെ ഇതൊക്കെ തന്നെ, ഇതിനപ്പുറം എന്തോ ചോദിക്കാനാ, ഇത്രയേ ഉള്ളൂ. ഇന്ന് ചോദിച്ചു. നാളെ അപ്പൊ എന്നോട് ചോദിക്കേണ്ട വേറെ എന്തൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് ഞാൻ ഇവിടെ നിന്ന് ആലോചിക്കും. ഇനി കുറച്ചു നേരം കൂടെ ഉള്ളു കണ്ടുപിടിക്കണം. ഇപ്പം ഒരു പാനല്, ഏതോ ഒരു പാനലിൽ അതൊക്കെ ചോദിച്ചു. ടീച്ചർ ഏത് പാനലിലാ പോന്നേന്ന് പോലും അറിയത്തില്ല. അതുമല്ല ഇവർ ഇംഗ്ലീഷ് ഇങ്ങനെ ചോദിച്ചു എന്ന് കരുതി ഇവരെന്തോ എപ്പോഴും ക്വസ്റ്റ്യൻ മാറ്റാൻ പോവാണോ? അതൊന്നുമില്ല. ഒരാളിട്ട ക്വസ്റ്റ്യനകത്ത് മൊണാലിസ എന്ന് കിടന്ന്, ഏത് മൊണാലിസയാ ഉദ്ദേശിച്ചെന്ന് അറിയത്തില്ല. ഇപ്പൊ വൈറൽ മൊണാലിസ ഉണ്ട്, ഡാവിഞ്ചിയുടെ മൊണാലിസ ഉണ്ട്. ഇതെന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? ട്രിവാൻഡ്രം ആയിരുന്നു എന്ന് തോന്നുന്നു. മൊണാലിസ എന്നുള്ള ചിത്രമായിട്ടാണോ ടീച്ചർ? ഡാവിഞ്ചിയുടെ മൊണാലിസ ചിത്രമുണ്ട്. ഇനി നമ്മുടെ ഉദ്ഘാടനത്തിന് വന്ന മൊണാലിസ ഇല്ലേ, നമ്മുടെ കുംഭമേളയിലെ? അപ്പൊ ആ കുട്ടിയായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ചോദിച്ചോന്നും അറിയത്തില്ല, കറണ്ട് അഫെയർ എന്നുള്ള നിലയില്. എന്നിട്ട് മൊണാലിസ ചിത്രത്തിലേക്ക് പോയോന്ന് അറിയത്തില്ല. അവര് വ്യക്തമല്ലാത്ത രീതിയിൽ ആ ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്നത്. ഓക്കെ. അപ്പൊ ബാല ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ് ഞാൻ ആ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നമ്മൾ എൻറ്റയർ ബിൽഡിങ്ങിനെയാണ്, മൊത്തത്തിലാണ്, സ്കൂളിനെ മുഴുവനായിട്ടാണ് കാണേണ്ടത്. അത് ബിൽഡിങ് ഒരു കൺസ്ട്രക്ഷൻ എന്നുള്ള നിലയിൽ മാത്രമല്ല കാണേണ്ടത്. നമ്മൾ ലാബുകൾ അതിനകത്തുണ്ട്, ജൈവവൈവിധ്യ ഉദ്യാനമുണ്ട്, അല്ലെ പാർക്കുകളുണ്ട്. ഇതിനെല്ലാം കൂടി കണക്ട് ചെയ്ത് വേണം ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡിന്റെ ഉത്തരം പറയാനായിട്ട്. അപ്പോൾ ബിൽഡിങ്ങിനെ തന്നെ പഠന ഉപകരണമാക്കി മാറ്റുക എന്നുള്ളതാണ്, കുട്ടിക്ക് പഠിക്കാനുള്ള മുഴുവൻ സൗകര്യങ്ങളും സ്കൂളിലേക്ക് ഒരുക്കുക എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അപ്പൊ അതിനകത്തുള്ള നമ്മളുടെ ലാബുകള്, പിന്നെ കമ്പ്യൂട്ടർ ലാബ്, ഇതെല്ലാം ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡിന്റെ ഭാഗമാണ്. ഒപ്പം ഈ പറഞ്ഞ തറയോട് മുതൽ എല്ലാ വസ്തുക്കളും പഠനത്തിന് ഉതകുന്ന തരത്തിലേക്ക് ആക്കുക എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഓർത്തു വെച്ചിരിക്കുക. ജാമിതീയ രൂപങ്ങള്, പിന്നെ അതുപോലെ ശാസ്ത്രപരമായിട്ട് ഉപയോഗിക്കാനുള്ള ഉൽപ്പന്നങ്ങള്, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബിൽഡിംഗ് അത്തരത്തിൽ മനസ്സിലാക്കുക. അതെല്ലാം ഗ്രൂപ്പിലുണ്ട്. അപ്പൊ ഇന്ന് എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് അധികം പോയിന്റ് കിട്ടാനല്ല, നിങ്ങളുടെ ഈ ഒരു ടെൻഷൻസ് മാറ്റാനും നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കാനും വോയിസ് കൃത്യമാക്കാനും ആശയം പറയുന്നതിൽ പോരായ്മ പറഞ്ഞു തരാനും ഉള്ള പ്രാക്ടീസ് മാത്രമാണ്. ഇതുപോലെ പിച്ച വെച്ച് തുടങ്ങിയവരാണ് അപ്പുറത്തിരിക്കുന്നത്. അപ്പൊ അവര് വലിയ പ്രശ്നങ്ങളില്ലാതെ ഇപ്പോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എങ്കിൽ അത് അവര് ഇതുപോലെ സെക്ഷനിൽ പ്രാക്ടീസ് ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തതുകൊണ്ടാണ്. അതുകൊണ്ട് ആക്റ്റീവായിട്ട് എല്ലാ കാര്യത്തിലും പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. ലിങ്ക് കിട്ടാത്തവർക്ക് ഇന്ന് തന്നെ ഞാൻ പരമാവധി ഇന്ന് തന്നെ 8 മണിക്ക് ക്ലാസ് ഉണ്ട്. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് തരാനായിട്ട് ശ്രമിക്കാം. നിങ്ങളുടെ സമയം പോലെ വീഡിയോസ് കണ്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക, മനസ്സിലാക്കിക്കൊണ്ടേ ഇരിക്കുക. മറ്റ് യൂട്യൂബ് ചാനൽ ടീച്ചർ ഭിന്നശേഷിക്കാര വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞിരുന്നേ. അത് ആ ഭിന്നശേഷിക്കാരായ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിനെ കൊണ്ട് തന്നെ നമ്മൾ ക്ലാസ് എടുത്ത് വെപ്പിച്ചിട്ടുണ്ട്. അത് കണ്ടായിരുന്നോ?
പബ്ലിക് ആണത്. എന്തോ ഇല്ല ടീച്ചർ കണ്ടിട്ടില്ല. ഇത് രതീഷ് സാറിന്റെ ആണോ? രതീഷ് സാറിന്റെ ക്ലാസ്. അത് കണ്ടിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു അത്. അതെ, അത് ഞാൻ അങ്ങനെ ഒരു ശ്രമം തന്നെ എടുത്തത്. നമുക്കൊക്കെ നമ്മള് ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളെ അക്സെപ്റ്റ് ചെയ്യണം, അവരെ സ്കൂളിലേക്ക് കൊണ്ടുവരണം, അവരെ ഉൾക്കൊള്ളണം എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് പ്രോപ്പറായിട്ട് ട്രെയിനിങ് കിട്ടുന്നില്ല. നമുക്ക് ആ കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യാനുള്ള കൃത്യമായ രീതിയിലുള്ള ശാസ്ത്രീയപരമായിട്ടൊന്നും തരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ച് ഇട്ടത്. അപ്പൊ അവർക്ക് കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ടും കുറച്ചുകൂടി കണക്ട് ചെയ്തും ഒക്കെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും. നമുക്ക് ഇപ്പൊ സാധാരണ സ്കൂളിൽ തന്നെ ഭിന്നശേഷിക്കാരെ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം വന്നിട്ടില്ലേ? അപ്പൊ അവരും നമ്മളെ സാധാരണ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ല ടീച്ചർ, ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട്. ഉണ്ട് ടീച്ചറെ. അതില് ഭിന്നശേഷി എന്ന് പറയുമ്പോ എല്ലാം വരുമല്ലോ ടീച്ചറെ. ഈ മെന്റലി ഉള്ള ഇത് മാത്രല്ലല്ലോ, എന്താണ് അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങള് എല്ലാവരും അതിനകത്ത് വരുമല്ലോ. അതിന് കൃത്യമായ കണക്കുകളുണ്ടല്ലോ. അത് ഞാൻ എണ്ണം ഓർക്കുന്നില്ല, ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറയാം. ഇത്ര എണ്ണം ഡിസോർഡേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ സ്കൂളുകളിലുണ്ട്. അതുപോലെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ എല്ലാം. പക്ഷെ അതില് ഒരു നിശ്ചിത പെർസെന്റേജിൽ എബോവ് പെർസെന്റേജ് പിന്നെ ഭിന്നശേഷിയാണ് എന്നുണ്ടെങ്കിലാണ് അവർക്ക് സ്പെഷ്യൽ സ്കൂളുകളിലേക്ക് കൊടുക്കുക. സ്പെഷ്യൽ സ്കൂളുകളിൽ ഇരുന്ന് പഠിക്കണം. 70% ആണെന്ന് തോന്നുന്നു. 65 or 70. അപ്പൊ ആ ഒരു രീതിയിൽ അപ്പൊ അത് മനസ്സിലാക്കിയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നു, അവരെയും കൂടി ഉൾപ്പെടുത്തി സാധാരണക്കാരായ കുട്ടികളോടൊപ്പം പഠിപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഒരുപാട് മൂല്യങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. അതായത് ഇവര് നമ്മുടെ ഭാഗമാണ്, ഈ കുട്ടികളെ നമ്മളാണ് സഹായിക്കേണ്ടത്, അതെല്ലാം ഉൾപ്പെടുത്തിയാണ് പുത്തൻ പാഠപുസ്തകവും. ഇന്ന് വരെയും ഒരു പാഠപുസ്തകത്തിലും ഇത്രത്തോളം ഭിന്നശേഷി സൗഹൃദപരമായിട്ടുള്ള ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഓരോ പുസ്തകത്തിലും ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുന്ന കാര്യങ്ങൾ ചിത്രീകരണമായാലും കഥാപാത്രങ്ങളായിട്ടും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ അല്ലേ? ഓക്കെ ടീച്ചർ. ഒരു ചോദ്യം ഉണ്ടായിരുന്നു ടീച്ചർ, ഭിന്നശേഷിക്കാരായ കുട്ടികളെ റെയിൽവേ ഇല്ലാത്ത ജില്ല എങ്ങനെ പഠിപ്പിക്കാന്നുള്ള ഒരു ചോദ്യം കണ്ടിട്ടുണ്ട്. ഏതാ ടീച്ചറെ? ഭിന്നശേഷിക്കാരെ കുട്ടികളെ റെയിൽവേ ഇല്ലാത്ത, കേരളത്തിൽ ഇപ്പൊ റെയിൽവേ ഇല്ലാത്ത ജില്ലകളില്ലേ ടീച്ചർ? ഇതിനെ സത്യം പറഞ്ഞാൽ ഈ ഒരു ചോദ്യത്തെ നമുക്ക് പൊതുവായിട്ട് ഒരിക്കലും അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. ഭിന്നശേഷി പലതരമാണ്. അതിനകത്ത് ഏത് ശേഷിയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നത് നമ്മൾ എടുത്ത് അങ്ങോട്ട് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഭിന്നശേഷിക്കാരായ കുട്ടികളെ മുഴുവനായിട്ട് നമുക്ക് ഒരു രീതിയിൽ ഒരു അപ്രോച്ചിൽ ഒരിക്കലും ഒരു കാര്യവും പഠിപ്പിക്കാനാവില്ല. കാഴ്ച വൈകല്യമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് കൂടുതൽ ഓഡിയോ പരമായിട്ടുള്ള ഇഫക്റ്റ് കിട്ടത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അതിന്റെ അനുഭവങ്ങൾ അങ്ങോട്ട് വിവരിച്ചു കൊടുത്തും പിന്നെ ഒക്കെയാണ് നമുക്കത് കൊടുക്കാനാവുക. അനുഭവങ്ങളിലൂടെ മറ്റിന്ദ്രിയങ്ങൾ ഉപയോഗിക്കുക. ഏത് ഇന്ദ്രിയത്തിനാണോ കുഴപ്പം, എവിടെയാണോ അവന്റെ പ്രശ്നം, അത് ഒഴികെയുള്ള ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളെ ഉദ്ദീപിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് അല്ലാതെ പൊതുവായിട്ട് പറയാൻ പറ്റുക. അപ്പൊ ഓക്കെ എന്ന് ഞാൻ കരുതുന്നു. അപ്പോ 3:22 ഭിന്നശേഷിന്റെ ക്ലാസ്സിന്റെ ലിങ്ക് ഗ്രൂപ്പിൽ ഒന്നുകൂടി ഷെയർ ചെയ്യും. ആരെങ്കിലും ഒന്നിട്ടേക്കണേ കേട്ടോ. അഞ്ജലി ടീച്ചറെ, അശ്വ ടീച്ചറെ, ആരെങ്കിലും ഒന്ന് തപ്പിപ്പിടിച്ചൊന്ന് കൊടുത്തേക്കണേ ടീച്ചർ. ഞാൻ റീസെന്റ് കണ്ടിട്ടുണ്ടായിരുന്നേ, അപ്പൊ ഞാൻ അപ്പൊ ഒന്ന് ഷെയർ ചെയ്തോളൂ. ഗ്രൂപ്പിനകത്തേക്ക് തന്നെ ഇട്ടിരുന്നാ മതി, അപ്പൊ അവർക്ക് കാണാം. അപ്പൊ ഞാനൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, അതും ചെയ്തിടുക കേട്ടോ. കുട്ടികൾ ഏത് സമയത്താണ് പഠിക്കേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ, ഏത് വിഷയമാണ് അത് കണ്ടെത്തി തന്നെ ഇടുക. ടെൻഷൻ ഇല്ലാതിരിക്കുക. പരമാവധി നിങ്ങളുടെ ഡൗട്ട്സ് നമ്മളുടെ ഗോൾഡൻ ബാച്ചിലേക്ക് ഇടുക. അവിടെ ഒരാൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ പലരും അത് പിന്നെ എന്താണ് സംശയം പരിഹരിച്ചു തരും. എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് പേഴ്സണലി അയക്കുക കേട്ടോ. ഇപ്പൊ ഞാൻ ഈ ബയോഡേറ്റയുടെ ഒക്കെ നാളെ നമുക്ക് ഈ 3 കുട്ടികളാ പോകാനുള്ളത്. അപ്പൊ അവർക്കൊരു ഹെൽപ്പ് വേണം. ഇന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള സെക്ഷൻ വെക്കണം. അപ്പൊ അതിന്റെയൊക്കെ ഒരു തിരക്കിലായതുകൊണ്ടാണ് കേട്ടോ. ടീച്ചർ ഒരു മിനിറ്റ്, ഒരു സംശയം ചോദിച്ചോട്ടെ. ടീച്ചർ നമ്മുടെ ബയോഡാറ്റ ഫില്ല് ചെയ്യുമ്പോ അതിൽ ഈ നമുക്ക് താല്പര്യമുള്ള മേഖലകൾ ഉണ്ടല്ലോ, അതൊന്നും ഒഴിച്ചിടരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോ അതില് ഈ സന്നദ്ധ സേവനങ്ങൾ എന്ന് പറയുന്ന ഒരു മേഖല ഉണ്ടല്ലോ, വോളണ്ടിയറിങ്. അപ്പോ അതില് ഈ സബ് ജില്ലാ കലോത്സവത്തിന് നമ്മൾ വോളണ്ടിയർ ആയിട്ട് നിൽക്കുകയൊക്കെ ചെയ്യില്ലേ?
അങ്ങനത്തെ ഇത് എഴുതാൻ പറ്റുമോ? എഴുതാലോ ടീച്ചറെ. അത് കലാപരമായിട്ടുള്ള കഴിവ് കുട്ടികൾ പ്രകടിപ്പിക്കുന്ന ഒരു വേദിയിൽ നമ്മൾ അവരെ സഹായിക്കാൻ വേണ്ടി തന്നെ വോളണ്ടിയറിംഗിൽ ചെയ്ത കാര്യങ്ങളല്ലേ, തീർച്ചയായിട്ടും എഴുതാം. എന്റെ അഭിപ്രായത്തിൽ നമ്മളുടെ ഏത് മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യമാണെങ്കിലും ബയോഡേറ്റയിൽ ഉൾപ്പെടുത്തി അതിനെ ഫില്ല് ചെയ്യുക എന്നുള്ളത് ഒരു നല്ല ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. എന്റെ പെർസെപ്ഷൻ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ കുട്ടികൾ അത് ഒഴിച്ചിടുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പൊ കൃത്യമായിട്ട് അത് ചെയ്യുക. കാര്യം നമ്മള് അധ്യാപകര് വെറുതെ പരീക്ഷയ്ക്ക് വേണ്ടിയല്ല നമ്മൾക്ക് അധ്യാപനം എന്ന പ്രൊഫഷനെ നമ്മൾ കാണേണ്ടത്. അത് ജീവിതമായി കണ്ട് ഇപ്പൊ തന്നെ നമ്മൾ പ്രവർത്തിക്കണം. നമുക്ക് പറ്റുന്നതൊക്കെ ചെയ്യണം. നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ വോളണ്ടിയറിംഗിൽ എന്തെല്ലാം കാര്യം ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടാവും എന്ന് മനസ്സിലാവും. പറഞ്ഞു ടീച്ചറെ. NSSന്റെ വളണ്ടിയറിംഗിൽ അതിനകത്ത് എന്തൊക്കെയാ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഉള്ള രീതിയിൽ നിങ്ങൾക്ക് അവിടെ വിശദമായിട്ട് എഴുതാം. ഈ വെറുതെ NSS വെറുതെ പിന്നെ എന്താണ് ഹോബിയൊക്കെ എഴുതാൻ നേരത്തെ പെയിന്റിങ് അല്ലെങ്കിൽ എംബ്രോയിഡറി വർക്ക് ഇങ്ങനെ വെറുതെ എഴുതി വെക്കാതെ നിങ്ങൾ അതിനെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കണം. ഞാൻ ആദ്യം മുതൽ നമ്മൾ ആ ബയോഡേറ്റയുടെ ക്ലാസ്സുകളിലും പറയുന്നുണ്ട്, ഒരു കാര്യവും നിങ്ങളോട് അങ്ങോട്ട് എടുത്ത് ചോദിച്ച് അതിനെ പൂർത്തീകരിക്കേണ്ട അവസ്ഥ ഇന്റർവ്യൂവറിന് ഉണ്ടാകരുത്. മറിച്ച് അത് കൊള്ളാലോ എന്ന് ചിന്തിച്ച് അതേക്കുറിച്ച് ചോദ്യം നിങ്ങൾ ചോദിപ്പിക്കണം. അതാണ് വേണ്ടത്. അപ്പൊ അങ്ങനെ ചോദ്യം ചോദിക്കണമെങ്കിൽ അതിൽ എന്തെങ്കിലും പൊടിക്കൈകളും സ്പെഷ്യൽ സംഗതികളും ഉൾപ്പെടുത്തണം. ഇപ്പൊ ചിലരുടെ ഒന്നും ബയോഡേറ്റയിൽ എനിക്കൊന്നും ചെയ്തു തരാൻ ഉണ്ടാവില്ല. കാരണം അവർ അത്രത്തോളം എക്സ്പ്രസീവ് അല്ലാത്തത് കൊണ്ടാണ്. അതിനകത്ത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്ത് വെച്ചാൽ അത് എങ്ങനെയൊക്കെ മാറ്റണം എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, ശ്രീ ടീച്ചറെ പിന്നെ ഇന്നത് ഫെയർ ആക്കിയിട്ട് എന്നെ കാണിച്ചിട്ടേ പോവാവൂ. മൈക്ക് മ്യൂട്ടാ. സയൻസ് ആൻഡ് ടെക്നോളജി എന്നെ പറ്റിച്ചിട്ട് സയൻസ് ആൻഡ് ടെക്നോളജി ആണോ ഒഴിച്ചിട്ടിട്ട് പോവുകയാണെങ്കിൽ? അല്ല, ഞാൻ എഴുതി ടീച്ചറെ. ഞാൻ ഇപ്പൊ കാണിക്കാം. എഴുതി, പവർ പോയിന്റ് പ്രസന്റേഷൻ എഴുതി, പിന്നെ MS പെയിന്റ് എഴുതി, പിന്നെ നിങ്ങൾക്ക് ആളെ പിടികിട്ടിയോ? ഞാൻ രാവിലെ ഗ്രൂപ്പിൽ പറഞ്ഞ ആളെ പിടികിട്ടിയോ? പിന്നെ വിഷ്വൽ ബേസിക് ഒന്നും എനിക്ക് ഓർമ്മയില്ല ഒന്നും ചോദിച്ചാൽ. അതുകൊണ്ട് ഞാൻ വിഷ്വൽ ബേസിക് ഒന്നും പ്രത്യേകിച്ച് എഴുതിയില്ല. പിന്നെ അത് എങ്ങനെ ക്ലാസ് ചോദ്യം വരുവാണെങ്കിൽ അതിനകത്തിൽ എന്തൊക്കെ ചെയ്യും എന്നൊക്കെ ആയിരിക്കുമല്ലോ ചോദിക്കും. 8 to 9 നമുക്ക് ശരിയാക്കാം. അങ്ങനെ ഒരു ഡൗട്ട്. അങ്ങനെ എഴുതിയാല് എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ ഇന്ന് പിന്നെ എല്ലാം ഇരുന്നൊന്നും ഓടി ചെയ്ത് അങ്ങനെ കുറെ സമയം പോയി. അതെ അതെ അതെ, ഞാൻ തന്നെത്താൻ പോയി ചെയ്തതാ, അല്ലാതെ ഞാൻ നിർബന്ധിച്ചില്ല. ചെയ്യിപ്പിച്ച് ഫോട്ടോ അയക്കേണ്ടി വന്നു. അതെ, ഫോട്ടോ ഇട്ടു. അപ്പൊ അങ്ങനെ ഒരു ചെറിയ ഓർമ്മ. പക്ഷെ അതിനെ കുറിച്ച് എന്തായാലും നമ്മളെ കുറിച്ച് ഒരുപാട് നമ്മൾ പറയുന്നത് വെച്ച് നമ്മളെ അളക്കുന്നവരാണല്ലോ അവര്. അപ്പൊ നല്ലപോലെ നമുക്ക് എത്രത്തോളം അറിയാവുന്ന നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലാകത്തില്ലേ. നമ്മള് ഇപ്പൊ ജസ്റ്റ് ഇതിനു വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്തതാണോ അല്ലെങ്കിൽ നേരത്തെ മുതലേ ഉണ്ടോ? ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്താലും നേരത്തെ ചെയ്തത് കൊണ്ടല്ലേ നമ്മൾ ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്തെടുക്കുന്നത്. അപ്പൊ അത് ഒരിക്കലും അങ്ങനെ ഒന്നും ഈ നെഗറ്റിവിറ്റി എന്നൊഴിവാക്കുന്നോ അന്ന് ശരിയാവും. എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. ശ്രീ ടീച്ചർ എങ്ങനെയാണ് ടീച്ചിങ് ആസ്പിരൻസിലേക്ക് വന്നതെന്നും ഇപ്പൊ എങ്ങനെയാ ഇരിക്കുന്നതെന്നും ശബ്ദത്തിലുണ്ടായ മാറ്റം, മുഖത്ത് വന്ന മാറ്റം, ചിരിയിലുണ്ടായ മാറ്റം, ചിരിക്കാൻ പഠിച്ചത്, ഇതൊക്കെ ഒന്ന് ഓർത്താ മതി കേട്ടാ. സന്തോഷമായിട്ട് പോയിട്ട് വാ. ഒരു നെഗറ്റീവ്സും ഉണ്ടാവില്ല. എന്റെ നെറ്റ് കണക്ഷൻ പോകുന്നു. ഓക്കെ ഓക്കെ ടീച്ചറെ, സന്തോഷമായിട്ട് പോയിട്ട് വാ. ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. എല്ലാം അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്കിനി 8 മണിക്ക് കാണാം. ശരി.